നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനി അങ്കിളിനെ, ശ്രീനിവാസൻ സാറിനെ സ്മരിക്കുന്നു സ്നേഹത്തോടെ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നും, ദാസ ഏതാ ഈ അലവലാതി എന്നും, പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്നും, യന്ത്രങ്ങളുടെ പ്രവർത്തനം താൻ എന്നെ പഠിപ്പിക്കേണ്ട എന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്ത ശ്രീനി അങ്കിൾ, we will miss you. പേളി പേളി ഓ പേളി പേളി പേളി. ഞാനിങ്ങനെ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് നിവിൻ പോളി. നന്നായിട്ട്, നല്ല നാച്ചുറൽ. തൊട്ടോട്ടെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അജു ചേട്ടൻ. പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. കൈ ഓടില്ല, കാല് ഓടില്ല. എങ്ങനെ ബാബുസ്വാമി ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴേ ആ പാട്ടിട്ടേക്കണം. അല്ലാതെയുള്ള ഈ ജംപ് സ്കെയർ എന്നൊക്കെ പറയുന്ന പോലുള്ള അങ്ങനത്തെ പേടിച്ചേനല്ലോ. ഇടയ്ക്ക് നമ്മളെപ്പോൾ വിളിച്ചപ്പോ എവിടെ ഷൂട്ടിങ്ങിനാണ്, ഏതാണ് അറിയില്ല. സിനിമയിൽ ഇങ്ങനെ എത്തിപ്പെട്ടതാണ്, നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. തുടക്കം നന്നായിരുന്നു. തലപ്പാവിൽ ഒരു ഭയങ്കര ഡയലോഗുണ്ട്, അതിങ്ങനെ ഒരാൾ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യുന്നു. എല്ലാവരും ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും ആക്ച്വലി ചെന്നു. ഇറ്റ് വാസ് ഹിം. എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ മച്ചാനെ. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻ എനിക്ക് നീയാണോ ഷർഫേ? Hello guys, welcome to My G Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ദ വൺ ആൻഡ് ഓൺലി നിവിൻ പോളി ആൻഡ് അജു വർഗീസ്, രണ്ടുപേരും നമ്മുടെ ഈ ഷോയിൽ വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് പുട്ട് our hands together for both of them. Nivin Pauly. He walked into our hearts as the charming boy next door in Om Shanti Oshana. Made us dream big with Bangalore days and gave us memories we still smile about with Premam. But what makes him special is that he never stayed in a box. From the raw honesty of action hero Biju to the brave layered performance in Muthon, he kept choosing stories that mattered. Effortless, relatable and constantly evolving. My guest today is not just a star, but a storyteller we've grown up with. Aju Varghese. If consistency had a face in Malayalam cinema, it would probably look like him. In a career that's crossed 150 films, he's made us laugh effortlessly, surprised us emotionally, and proven that being reliable is a superpower. Whether he's stealing a scene, supporting a story, or holding his own at the center of it, his presence always feels familiar, comforting, and electric. Versatile, fearless, and still having fun after all these years. My guest today is not just an actor, but a phenomenon of endurance and timing. Let's welcome Nivin Pauly and Aju Varghese to Pearly Mani Show. Hello guys, welcome to My G Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഇന്ന് ഞാനിങ്ങനെ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് നിവിൻ പോളി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അജു ചേട്ടൻ. സത്യം പറയാം, കൈ ഓടില്ല, കാല് ഓടില്ല, എന്നെ പണ്ണുണേ തെരിയില്ല, ആ മൂഡിലാണ് ഞാൻ ഇരിക്കണേ. ബിക്കോസ് ഐ എം എ ഹ്യൂജ് നിവിൻ പോളി ഫാൻ. പോളി, പേർലി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തോ ശ്രീനി ഇതിന്റെ ഇടയ്ക്ക് എന്തിനാ ശ്രീനിയെ കൊണ്ടുവന്നേ? സത്യം, ഞാൻ ആ ഒരു ഫ്ലോയിൽ വരുന്നത്. ശരിക്കും ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര തൊട്ടോട്ടെ. ഓക്കെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ ഓഡിയൻസിനൊക്കെ ഇതേ തന്നെ ഫീലിംഗ് ആയിരിക്കും. ബിക്കോസ് നിവിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ചേട്ടാ, ഇവിടെ ഓഫീസിൽ സ്ഥിരം ലീവ് എടുക്കുന്നവർ പോലും ലീവ് ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നു. ഒരുത്തൻ സ്പാ ചെയ്യാൻ പോയെന്ന് തോന്നുന്നു, എൻ്റെ ഒരു എഡിറ്റർ ഫേഷ്യൽ ചെയ്യുന്നു, എന്തൊക്കെയോ നടക്കുന്നു. വി ആർ സോ എക്സൈറ്റഡ് ടു ഹാവ് യു. ആൻഡ് അജു ചേട്ടാ,
Thank you so much for coming on the show. അപ്പോൾ നല്ലൊരു കൈഡി for both of them. Niven, feels very good to have you back on the show. നമ്മൾ പ്രേമം, നേരം, തട്ടത്തിൻ മറയത്ത്, 1983, ആക്ഷൻ ഹീറോ ബിജു, ഓം ശാന്തി ഓശാന, വടക്കൻ സെൽഫി, ലവ് ആക്ഷൻ ഡ്രാമ, ജേക്കബിന്റെ സ്വർഗരാജ്യം, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. ഐ മീൻ നിവിൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മൂവീസും സൂപ്പർ ഹിറ്റ് മൂവീസാണ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. യു ആർ എ സൂപ്പർ സ്റ്റാർ ആൻഡ് ദ ബോയ് നെക്സ്റ്റ് ഡോർ. ഇത് രണ്ടും ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ബാലൻസ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി നിവിൻ പോളി? സിനിമയിലിങ്ങനെ എത്തിപ്പെട്ടതാണ്. അവനങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. അപ്പോൾ ആദ്യത്തെ സിനിമ അങ്ങനെ ഒരു ഓഡീഷനിലൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. മുമ്പ് ഒരുമിച്ച് പഠിച്ചാണെങ്കിലും നമ്മൾ ഓഡീഷൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ 10 വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന അവിടെ വെച്ചാണ്. വിനീതിൻ്റെ ആദ്യത്തെ ഒരു പടത്തിൽ തന്നെ കയറാൻ പറ്റി. ആ സിനിമ നന്നായിട്ട് പോയി, അതിനകത്ത് നല്ല റോള് കിട്ടി. പിന്നീട് വന്നിട്ടുള്ള എല്ലാ സിനിമകളും നന്നായി. നല്ല ക്യാരക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഓക്കെ, ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റ്സും ക്വാളിറ്റിയുള്ള ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അതാണ് ആയിരിക്കണം നല്ല സിനിമകൾ വന്നത്. And Ajit Cheta, what do you have to say about Niven Pauly? പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെന്താ അങ്ങനെ? നമുക്ക് ഒരാളെ ഇരുത്തി നമ്മളെ കുറിച്ച് പറയും. എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞോളൂ. നമ്മള് മലർവാടിയുടെ ഇതുണ്ട്, ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ 25 പേരുണ്ട്. 5 പേര് അവിടെ ഒരു സ്കിറ്റ് ചെയ്യണം 3 ദിവസം. ഓക്കെ. അപ്പം അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പോൾ രാജേട്ടൻ്റെ തലപ്പാവിൽ ഒരു ഭയങ്കര ഡയലോഗുണ്ട്. അടിപൊളി ഡയലോഗാണ്. വർഗീസായിട്ട് അദ്ദേഹം അതിങ്ങനെ ഒരാൾ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. YMC ആലുവയില ബാക്കിൽ നല്ല മരങ്ങളൊക്കെ ഉള്ള, അപ്പുറത്ത് എനിക്കൊന്ന് പെരിയാറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടും ഉണ്ട് അവിടെ, തോട്ടുമുഖം. ഓ ഓക്കെ. അപ്പോൾ ആ നല്ല ഭംഗിയാണ് അവിടെ. എല്ലാവരും ഈ ആരാണോ ഈ റെൻഡർ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്, ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും ആക്ച്വലി ചെന്നു. ഈ ആ 5 ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിൻ്റെ അവിടെ അന്നാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇറ്റ് വാസ് ഹിം. ഞാൻ സ്കൂളിൽ കണ്ട് ഒരേ ഡിവിഷൻ അല്ലായിരുന്നു, പക്ഷേ ഈ വാസ് എ ഫുട്ബോൾ പ്ലെയർ. അപ്പം അന്ന് തിയേറ്ററോ അല്ലെങ്കിൽ സ്റ്റേജോ കയറിയൊന്നും ഞാൻ കണ്ട ഓർമ്മയില്ല. പക്ഷെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എപ്പോഴും ഈ പേര് അത്യാവശ്യം കേൾക്കാറുണ്ട്. പിന്നെ ക്യാച്ചി നെയിം ആണല്ലോ, ഈ സെക്കൻഡ് നെയിം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്കതുണ്ട്. പക്ഷെ പിന്നെ 10 വർഷം കഴിഞ്ഞ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പെർഫോമൻസിലൂടെ ഞാൻ കാണുന്നത്. അതൊരു നല്ല മൊമെൻ്റ് തന്നെയായിരുന്നു. കാര്യം വിനീത് ആ സമയത്ത് എന്നെ, കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് പ്രകാശിനെ കിട്ടിയിട്ടില്ലടാ എന്നുള്ളതായിരുന്നു പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞതോടെ വിനീത് എന്നോട് പറഞ്ഞു പ്രകാശിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ഊഹം വന്നു, താടി വേണം. ഈ ഓഡീഷൻ കോൾ ഇട്ടപ്പോൾ എല്ലാവരും ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് യങ്ങായിട്ട്. നിവിൻ എനിക്കൊന്ന് കാലൊടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് താടിയൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ വന്നു. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് ഭയങ്കര അതെ ഭയങ്കര യങ് ആവണമല്ലോ. അതൊരു എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ആ മൊമെന്റ് വളരെ ക്ലിയർ ആണ്. ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴേ ആ പാട്ടിട്ടേക്കണേ. ഇനി ആ ഓഡീഷന്റെ ക്ലിപ്പ് എങ്ങാനും പുറത്തു പോയാൽ ക്ലിപ്പില്ല, അതല്ല ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേ. ഏത് ക്ലിപ്പ്? ആ ഓഡിഷൻ തലേ വെക്കുന്ന ക്ലിപ്പല്ല. ആ ക്ലിപ്പല്ല. നിങ്ങൾ ആ മലർവാടിയുടെ എല്ലാരും ഉള്ള ഒരു ഫോട്ടോയാണ്. ഓക്കെ ഓക്കെ. അജേട്ടാ, യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് ബിസിയസ്റ്റ് ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെ ചിരിപ്പിക്കാനാണെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് 2-3 മാസമായി ആണല്ലേ? അല്ല, ഏതൊരു ബിസി ആക്ടറിനും കുറച്ച് ബ്രേക്ക് വേണ്ടേ? നമ്മള് മനുഷ്യരല്ല. ഫാമിലി ടൈം. അല്ല, എങ്ങനെ ഇത്രയും സിനിമ? യു ഹവ് ഡൺ മോർ ദാൻ 150 സിനിമാസ്. ഒരു കയ്യടി കൊടുത്ത് ഉൾപ്പെടെ ഉണ്ട്. 150 റിലീസ് ആയെന്ന് തോന്നുന്നു. എണ്ണിയില്ല അങ്ങനെ എക്സാക്ട്. ഒരു HR ആയിരുന്ന ആള് ഇന്ന് സിനിമയിൽ ഒരു അച്ചാർ പോലെ എല്ലാത്തിലും ഉണ്ട്. എങ്ങനെ? എന്നെ പറ്റിയ എനിക്ക് അല്ലെ അച്ചാർ പോലെ. അതായത് അച്ചാറില്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. എനിക്ക് ഇനി അച്ചാറും അജിച്ചേട്ടനും എനിക്ക് ഒന്നാ.
അപ്പൊ ഞാനുള്ള സിനിമ കാണൂലേ? അല്ല അച്ചാർ വേണം എനിക്ക്. ആ വേണം. അച്ചാർ ഇല്ലാണ്ട് ഞാൻ അച്ചാർ കഴിക്കില്ല. ഇല്ലാതെ ഓക്കെ. അങ്ങനെ ബ്രെഡിന്റെ കൂടെ വരെ ഞാൻ അച്ചാറിട്ടാണ് അച്ചാർ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പറ്റുന്നു 150 സിനിമ ആൻഡ് യു ആർ നോട്ട് ഈവൻ 150 years old? എങ്ങനെ പറ്റുന്നു? എപ്പടി ഒരു ദിവസം ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്, ഓക്കെ, ഒരു സീനൊക്കെ, അതെല്ലാം കൂടെ ഇവിടെ പറയണ്ട, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. പക്ഷെ അത് ഭയങ്കരം അല്ലേ? ഞാൻ അറിഞ്ഞില്ല 150 സിനിമയാണെന്നുള്ളത്. See what a friend. അതെ, what a friend. എനിക്കൊന്ന് വിക്കിപീഡിയ എടുത്ത് നോക്കി. 15 വർഷം മുമ്പ് ഞാൻ ഈ പറഞ്ഞ കഥ. അതെ, 15. റിമെമ്പർ ഇറ്റ് സോ വെൽ. ഡെഫിനറ്റ്ലി. മലർവാടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും ഫസ്റ്റ് സിനിമ ഇസ് വെരി 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 സ്പെഷ്യൽ. ഫസ്റ്റ് സിനിമ മാത്രമേ ഉള്ളൂ എപ്പോഴും ആക്ച്വലി സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ ഇറ്റ്സ് ഫോളോയിങ് ദ ഫസ്റ്റ് അല്ലേ. പിന്നെ ഉണ്ടാവാം അതിലും സക്സസ്ഫുള്ളോ അല്ലെങ്കിൽ അതിലും നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയതൊക്കെ ഉണ്ടാവും, പക്ഷെ അതെല്ലാം ബിക്കോസ് ഓഫ് ദി ഫസ്റ്റ് ഫിലിം. ഫസ്റ്റ് ലവ്, ഫസ്റ്റ് ഫിലിം, അതൊക്കെ എല്ലാവർക്കും വളരെ ഫസ്റ്റ് വെള്ളവടി അല്ലേ? വെള്ളവടിയോ? വെള്ളവടി ഞാൻ കേട്ടു. വെള്ളവടി നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന ദൈവമേ, വെള്ളവടി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അയ്യോ, ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ ക്രിസ്മസിന്. എന്തുവാ അത്? ഓ അതോ ക്രിസ്മസിന് പറയാ. ഞാൻ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യട്ടെ, ആ ഒരു മൂഡിലേക്ക് കയറട്ടെ. ബാബുസ്വാമി അവനെ വിളിക്കണം അല്ലേ? നൃത്തം ചെയ്യും, നന്നായി നൃത്തം ചെയ്യും, നമുക്കറിയാം ആണല്ലേ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. സർവമയിൽ ഇവന്റെ ഫുൾ ഈ രീതിയിൽ സംസാരം അത്യാവശ്യം ഇതൊക്കെ അജുനോട് കൊടുത്തു. അജുനോട് പറയട്ടെ ചോദിക്കുന്നുണ്ട് പുള്ളിയെടുത്ത് ഒരു പോയിന്റില്. എന്റെ ഭാഷക്ക് ഇപ്പൊ ഒരു ശുദ്ധിയില്ല എനിക്ക് ഇപ്പൊ. അപ്പൊ പുള്ളി പറയും അതന്നെ സർവമായ. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ അല്ല, ഒരിക്കലും അല്ല. ആക്ഷൻ ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. സർവമായ ഒരു ഫാമിലി ഡ്രിവൺ, അതിലൊരു സ്വീറ്റ് സ്പോട്ട്സ് ഒരുപാടുള്ള, സ്വീറ്റ് ഞാൻ പറഞ്ഞ പൊട്ടിച്ചിരിപ്പിക്കുന്നതല്ല, സ്വീറ്റ് സ്പോട്ട്സ് ഒരുപാടുള്ള ഒരു ക്യൂട്ട് ഫിലിമാണ്. കുറച്ച് ഇമോഷനൊക്കെ ഉള്ള അതിലൊരു ക്യൂട്ട് എലമെന്റ് ഉണ്ട്. ശ്രീനി ഒന്നും തോന്നില്ല, ഞാൻ ഉള്ളത് എനിക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദൈവമേ, അതൊക്കെ പറഞ്ഞു പോയതാട്ടോ. ഞാൻ കണ്ടു അതിങ്ങനെ. നിങ്ങളൊക്കെ മൈൻഡ് വോയിസ് അല്ലേ ഞാൻ പറഞ്ഞേ? നിവിൻ ക്യൂട്ട് അല്ലേ? അപ്പൊ ഒന്ന് ക്ലൈ അടിക്കുക. ഒരുത്തി അവിടെ ഇരുന്ന് ബ്ലഷ് ചെയ്യുവാ. അവള് ഇരിക്കുന്ന നോക്ക്, അവള് ഇനി കുറച്ച് കഴിയുമ്പോ ഇവിടെ ഇരിക്കും ചുമന്ന്. പറഞ്ഞോട്ടോ. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് സർവമായ ഞങ്ങൾ കസിൻസ് ആണ്. നിങ്ങൾ കസിൻ ശരിക്കും അല്ല? സിനിമയ്ക്കകത്ത് ആയിക്കൂടെ? ടൊവിനോ നിവിനും കസിൻസ് ആണ്. ആണോ? എനിക്കത് അറിയായിരുന്നു, ഞാനിങ്ങനെ ഞെട്ടിയതാ. എന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എന്റെ പൂവ് എങ്ങനെയുണ്ട്? ആ പൂവിട്ട് ഞാൻ പൂജ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സർവമായ ഇത് പൂജയുടെ പൂവാ. ഇതുപോലത്തെ പൂജക്കൊക്കെ യൂസ് ചെയ്യുന്ന പൂവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സർവം മായയുടെ ഒരു എലമെന്റ് വേണമെന്ന്. സോ അങ്ങനെ ഒരു വെച്ചത് നന്നായി. കുട്ടിക്ക് ഒരു ഭാവി ഉണ്ട്. അറേബ്യൻ ഗോൾഡിന്റെ മാല അത് സർവമായലില്ല, പൂവുണ്ട്. ഓക്കെ. ഇനി ഞാനൊരു വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ബിക്കോസ് എനിക്ക് ഹൊറർ ഇഷ്ടമല്ല, പക്ഷെ ഹൊറർ കോമഡി എനിക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മൾ പേടിക്കുമ്പോഴേക്കും നമ്മളെ ചിരിപ്പിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം. അപ്പം ടെൽ us about this movies ഹൊറർ കോമഡി ജോണർ. അതെങ്ങനെയായിരിക്കും? വാട്ട് ക്യാൻ വി എക്സ്പെക്ട്? എനിക്ക് ഹൊറർ സിനിമ ഭയങ്കര പേടിയാണ്. ഹൊറർ സിനിമ കാണാറില്ല. അഖിലിനും ഹൊറർ സിനിമ ഭയങ്കര പേടിയാണ്, കാണാറില്ല. അഖിലാണ് ഇതിന്റെ ഡയറക്ടർ. അഖിലാണ് ഡയറക്ടർ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടപ്പോൾ നമുക്ക് രണ്ടുപേരും കാണാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടാക്കാം എന്നുള്ളത് തോന്നി. അപ്പോൾ ഇതിനകത്ത് ഈ ഹൊറർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. പേടിപ്പിക്കുന്ന എലമെന്റ്സ് ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ടൊക്കെ ധൈര്യമായിട്ട് പോയി അവർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ഹൊറർ എലമെന്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളൂ. അല്ലാതെയുള്ള ഈ ജംപ് സ്കെയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെ ഭയങ്കര അത് പരിപാടിയൊന്നുമില്ല. ഓ പേടിച്ചേനല്ലോ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞു നിവിൻ പോളിയുടെ വെള്ളം കൊടുത്തിട്ട് ജംപ് സ്കെയർ എന്താണുള്ളത് കാണിച്ചു. അപ്പം അങ്ങനത്തെ എലമെന്റ്സ് ഒന്നുമില്ല. ഭയങ്കര ഒരു ഫണ്ണായിട്ട് പോകുന്ന ഗോസ്റ്റ് വന്നാലും ഓം വന്നിരിക്കണു
നമുക്ക് ചിരി വരും, അതാണ് അതിൻ്റെ അകത്ത് അത് വരും. ജനാർദ്ദനൻ സാർ ഉണ്ടല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ജനാർദ്ദനൻ സാറിനെ കാണാൻ. എന്തെങ്കിലും ഞാൻ കണ്ട ഐ സേ ദിസ് അറിയാണ്ട്, ലൈക്ക് ഇതുപോലെ ഞാൻ അറിയാണ്ട് പറഞ്ഞു തങ്കപ്പനുള്ളടാ പൊണ്ണപ്പൻ. ഒന്ന് വിളിച്ചത് എനിക്കറിയില്ല. പ്രോത്സാഹിപ്പിച്ചേക്ക്. എനിക്ക് നിവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നറിയോ? എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും. എൻ്റെ ഡാഡി ശരിക്കും ആ സിനിമ ഞാനൊരു 100 വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ടു മൈ ഡാഡ്, മൈ മോം, ആക്ഷൻ ഹീറോ ബിജു. യുനോ ഹൗ മെനി ടൈംസ് ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ലൈക്ക് എപ്പോൾ അത് വല്ലപ്പോഴും യൂട്യൂബിലൊക്കെ റാൻഡം ആയിട്ട് ഒരു ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ക്ലിപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ ഇരുന്ന് കാണും നമ്മൾ. അതുപോലത്തെ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള മൂവി. പോലീസുകാരോട് പ്രണയം തോന്നി പോകുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അല്ല എല്ലാത്തിനും ഇങ്ങനെ പറയില്ല, ഞാന് ഐ ആം ദ മൈൻഡ് വോയിസ് ഓഫ് ദ വിമൻ ഹു ആർ വാച്ചിങ് ദ എപ്പിസോഡ്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഡോക്ടർ നിവിൻ്റെ മകൻ കുഞ്ഞിൻ്റെ നമ്മൾ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ പ്രൊഫഷണലി ഒരു കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ്, ദേവി ഇത് നിവിനോട് പറയണം, ഭയങ്കര ഫാനാണ്. ആ സമയത്ത് പിന്നെ ഞാൻ പോയിട്ട് അത് ചെയ്യുമ്പോൾ പോയി പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പം ഈ ഒരു വേദിയിൽ ഡോക്ടർ ഞാൻ പറഞ്ഞിരിക്കുന്നു നിവിൻ പോളിയോട്. ഓ ഇവിടെ വെച്ചൊരു പറയണമായിരുന്നു. ഐ തിങ്ക് നിവിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് നിവിൻ്റെ ആ ഒരു ചിരി, നിവിൻ്റെ കോമഡി, ലൈക്ക് എൻ്റെ സ്കിൻ, എൻ്റെ ബാധ്യ ഒരുപാടുണ്ടല്ലോ, എൻ്റെ സ്കിൻ, എൻ്റെ ഫേസ്, എൻ്റെ ബാധ്യ. നമുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹോൾസം ഹീറോ ഇസ് വെരി റെയർ. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഇസ് എ ഹോൾസം ഹീറോ. ഹി ഡസ് എവറിത്തിങ്. കോമഡി ചെയ്യും, ആക്ഷൻ ചെയ്യും, അതേ സമയത്ത് ഡാൻസും കളിക്കും, എല്ലാം ചെയ്യും, പാട്ട് പാടും. ഒരിക്കൽ ശ്രമിച്ചു പാളിയതാണ്, പിന്നെ പാടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹീസ് എൻ ഓൾ റൗണ്ടർ. ആൻഡ് വെൻ ഹി ഡസ് കോമഡി അത് വെറുതെ ഒരു സ്ക്രിപ്റ്റിൽ പറയുന്ന ഡയലോഗ് അല്ല. നിവിൻ ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അത് നിവിന് മാത്രം പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. വി റിയലി എൻജോയ് വാച്ചിങ് യുവർ മൂവീസ്. ഈ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ വരുന്ന നിവിൻ ഉണ്ടല്ലോ, ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം വി സോ അങ്ങനത്തെ ഒരു പോലീസ്. നമ്മളെപ്പോലെ നമ്മളൊരു നോർമൽ മനുഷ്യരെ പോലത്തെ ഒരു പോലീസിനെ കണ്ടു. ആൻഡ് ദ വേ ഹീസ് ഇന്ററാക്ടിങ്, ആ ചിരിക്കുന്നതും. സോ ടെൽ us about ആക്ഷൻ ഹീറോ ബിജു. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ഇൻ ദാറ്റ് പ്രോജക്റ്റ്? നമ്മുടെ മനസ്സിലൊക്കെയുള്ള പോലീസ് സിനിമ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാം എപ്പിസോഡിക്കലാണല്ലോ അതിനകത്ത്, പല ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ കേസ്, ആ സിംഗിൾ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോലീസ് അയാളുടെ സ്ട്രഗിളാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ഒരു നെറേറ്റീവ് ഞാൻ കേട്ടിട്ടില്ല, നമുക്ക് കണ്ടു പരിചയമില്ല, അങ്ങനെ ഒരു സിനിമ മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ഷൈൻ ചേട്ടൻ പറയണ ഒന്നില്ലെങ്കിൽ ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവും, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും. പക്ഷേ പോലീസ് സിനിമ ഇത്രയും വന്നിട്ടുള്ളതുകൊണ്ട് അതേപോലെ ചെയ്തിട്ട് കാര്യം, നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പാറ്റേൺ പുള്ളി നെറേറ്റീവ് ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു പിന്നീട് ബിജു ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ പോലീസ് സിനിമകളും ഈ പാറ്റേണിലേക്ക് മാറി. മുമ്പ് കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ പോലെയല്ല, ഒരു കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എപ്പിസോഡിക്കലായിട്ട് പിന്നെ പോലീസ് സിനിമകൾ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരാഴ്ച ഭയങ്കര സ്ട്രോങ് നെഗറ്റീവ് ഗ്രേഡ് നെഗറ്റീവ് ഫേസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ബിജു ഈ സൂപ്പർ ഹിറ്റ് ആൻഡ് കൾട്ട് സ്റ്റേറ്റ്സിലോട്ട് പോയത്. ഐ സ്റ്റിൽ റിമെമ്പർ വെരി വെരി ക്ലിയർലി. സ്ട്രോങ് എന്താ പറയുക നെഗറ്റീവ് ആയിരുന്നു. ആൾക്കാർ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല, പക്ഷേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ ആദ്യമേ കണ്ട എല്ലാവരും ഭയങ്കര, അവർക്ക് എനിക്ക് തോന്നി ടൈറ്റിൽ ആക്ഷൻ ഹീറോ ബിജു, പിന്നെ അവർ കണ്ടിട്ടുള്ള പോലീസ് സിനിമകൾ എല്ലാണ്ട് മാപ്പ് ചെയ്യുമ്പോൾ ഇതെന്തോ ഭയങ്കര ആക്ഷൻ സിനിമയാണ് വരാൻ പോകുന്നത് ചിന്തിച്ചു പോയവരുന്നു. പക്ഷെ അവർക്കതൊരു ഇതെന്താ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് അത് പയ്യെ ആഫ്റ്റർ 1 വീക്ക് സെക്കൻഡ് വീക്ക് എനിക്കറിയാൻ പാടില്ല ഷൈൻചേട്ടൻ ഒരുപാട് മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ റിയലിസം അന്ന് കൂടെ ഇറങ്ങിയതാണ് മഹേഷിന്റെ പ്രതികാരം. രണ്ട് റിയലിസ്റ്റിക് ധ്രുവങ്ങളുള്ള സിനിമകളാണ്. ഞാനൊരു കാര്യം കാണിക്കട്ടെ, എന്താണ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണ് അതിപ്പോ തന്നെ കാണിക്കണം. പറയൂ കുട്ടി. സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. ഹായ് ന്യൂ സാർ, നമസ്കാരം. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഐ ഡോണ്ട് മൈൻഡ്. ആക്ഷൻ കൂടെ വലിയ ഡയലോഗാണ്, സാറിന് ഓർമ്മയുണ്ടോ? ഒരു സിനിമ സാറിനോടും എപ്പോഴും സാറിനോടൊപ്പം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്.
ಪ್ಲೀಸ್ ಕ್ಯಾನ್ಸಲ್ ತಮಿಳು ഇത് പേളി പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യണം സാർ. ഓക്കെ സാർ. സാറിന് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ. അയ്യോ അടിപൊളി, കുറേ കണ്ടിട്ട് സുരേഷിനെ. സുരേഷ് ചേട്ടൻ ഞങ്ങളുടെ ബിഗ് ബോസിലുണ്ടായിരുന്നു. അങ്ങനെ അന്നൊക്കെ അവിടെ ഫുൾ ടൈം ഈ പാട്ടായിരുന്നു, മുത്തേ പൊന്നെ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദിസ് ബിക്കോസ് അദ്ദേഹത്തിന്റെ ആ സീനും അത് തന്നെയായിരുന്നു എല്ലാ റോളുകൾ ചെയ്തവരും. എല്ലാവർക്കും അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു ആ സിനിമ. ജോജുവേട്ടൻ, മിനി മോൾ, മിനി, അതെന്തൊരു പേരല്ലേ, മിനി. ആക്ഷൻ ഹീറോ ബിജു ഇസ് എ മൂവി ദാറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ ആൻഡ് ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് മൂവിയിലെ ലിസ്റ്റിൽ പെടുന്ന ഒരു സിനിമയാണ്. സോ ഇനിയും അങ്ങനത്തെ സിനിമകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാർട്ട് 2 എന്തോ വരുന്നുണ്ട്. അതിന്റെ ഒരു കുറച്ച് കോംപ്ലിക്കേഷൻസിലാണ്, അതൊന്ന് മാറ്റിയെടുത്തിട്ട് തുടങ്ങാൻ. ആൻഡ് അജു ചേട്ടാ, ഐ വാണ്ട് ടു ആസ്ക് യു, അജു ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞൊരു കാര്യം, ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കില്ല, അജു ചേട്ടന്റെ ക്യാരക്ടറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടിട്ട് പോണെന്ന്. അതുണ്ടോ? അതിപ്പോ അതുമില്ലായിരുന്നോ? ഇടയ്ക്ക് നമ്മളെപ്പോൾ വിളിച്ചപ്പോൾ എവിടെ ഷൂട്ടിങ്ങിനാണ് ഏതാണ് അറിയില്ല, സെറ്റ് ചെല്ലുന്നു, സീൻ തരുന്നു, ചെയ്യുന്നു, പോരും, മാത്രമേ ഉള്ളൂ. ഇതൊരു ജോലിയായിട്ട് കൊണ്ട് എടുത്തൂല്ലേ പണ്ട് കോവിഡിന് മുന്നേ. അപ്പൊ ഇപ്പം അറിഞ്ഞിട്ട് തന്നെ പോകുന്നത് ക്യാരക്ടറെങ്കിലും കുറച്ചൊക്കെ. ഇപ്പൊ ഏതാ ചെയ്യുന്നത്? ഇപ്പൊ വല 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 എടാ വലയിൽ നിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒരു മുടി ഭയങ്കര പരിപാടിയായിട്ട്. പുറത്തു വിട്ടിട്ടില്ല. ഹൗ ഡിഡ് യു സീ ഇറ്റ്? ആരോ സെറ്റിൽ വന്നപ്പോൾ കാണിച്ചു തന്നു. അതെന്താ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്. റോണക്സ് ആണോ? റോണക്സ് ആണോ? അത് ഭയങ്കര പരിപാടിയായി പോയല്ലോ. വല ഒന്നും പറയാറായിട്ടില്ല, ഷൂട്ട് നടക്കുന്നു. ജഗൽച്ചേട്ടൻ്റെ സീൻസ് ഒക്കെ എടുത്തു കുറച്ചൊക്കെ, പിന്നെ ബാക്കി ഞങ്ങളൊക്കെ ഉള്ള കുറച്ച് സീൻസ് എടുത്തു. അടുത്ത സ്കെഡ്യൂൾസ് ഉണ്ട് ഇനി. ശരി, അപ്പൊ ഈ സിനിമയുടെ കാര്യം പറയും. ഇങ്ങനെ അധികം കേൾക്കാണ്ട് ക്യാരക്ടറിനെ കുറിച്ച് മാത്രം കേട്ടിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഡയറക്ടറെ വിശ്വസിച്ചാൽ പോരെ. ഇപ്പം ലീഡ് ഹീറോസിനല്ലേ ആ ഫുൾ പ്രൊജക്ടിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അവർക്കാണല്ലോ അതിൻ്റെ പ്രേക്ഷകർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നവരല്ലേ. അതെ, ഒരു സിനിമ വരുമ്പോൾ അവരുടെ ഹീറോ സംവിധായകനേ ഉള്ളൂ പ്രേക്ഷകർ എടുത്ത് കുറ്റം പറയുക. നമ്മൾ ഫ്രീ അല്ലേ. അപ്പോൾ നമ്മൾ അത് കൂടുതൽ ഡയറക്ടറെ ബുദ്ധിമുട്ടിക്കണ്ട. അയാൾക്ക് പണി അറിയാമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. അയാളെ വിശ്വസിച്ചില്ല ഒരു പ്രൊഡ്യൂസർ വന്നേക്കുന്നത്. നമ്മൾ പോയി പുള്ളിയെ ചോദ്യം ചെയ്ത് കഷ്ടപ്പെടുത്തി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളെന്താ ചെയ്യണ്ടേ അതങ്ങ് ചെയ്യുക. അതെ അതെ. അപ്പൊ ഇനി ഇപ്പൊ സ്ക്രിപ്റ്റ് എന്തിനാ പിന്നെ വായിക്കുന്നേ? സ്ക്രിപ്റ്റ് വായന ഇപ്പോഴും ഇല്ല. അതായിരുന്നു എന്റെ ചോദ്യം. വായിക്കാറുണ്ട്? കേൾക്കും കഥ. അപ്പൊ ആ വായിക്കുന്നുണ്ടെന്നൊരു റൂമർ ഇപ്പൊ ഉണ്ടേ, ഐ തിങ്ക് ഒരു റൂമർ എനിക്ക് ഇഷ്ടമല്ല. ഒരു തമാശ നടക്കാം. ഒരു ജാതി പേരെടുത്ത് പറയുന്നത് മോഹനേട്ടൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ അരവിന്ദൻ്റെ അതികളും കഥ പറയുമ്പോൾ മോഹനൻ സാറ് ഫീനിക്സിൻ്റെ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 15 ദിവസം. അപ്പോൾ ഞാൻ ഓൾറെഡി വിനീത് പറഞ്ഞു ബ്ലോക്ക് ചെയ്തു. എൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാൻ ഹോട്ടലിൽ ഏൽപ്പിച്ചേക്കാം. വേണ്ട സാറേ, എന്തായാലും സാറിൻ്റെ പടം ഞാൻ ചെയ്യും, ഞാൻ ഏൽപ്പിച്ചേക്കാം. പിന്നെ നമ്മൾ സീനിയറാണ്, ഇനി വേണ്ട എന്നൊരു അധികം പറയണ്ട. ഞാൻ പറഞ്ഞു സാറേ എന്നാൽ ഏൽപ്പിച്ചോളൂ. ഒരു ദിവസം എനിക്ക് പകൽ ഷൂട്ടിലായിരുന്നു, ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒഫെൻസീവായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോടെ പറയല്ല. എനിക്ക് വായിക്കുമ്പോൾ ആദ്യത്തെ 2 പേജ് കഴിയുമ്പോൾ മൂന്നാമത്തെ എത്തുമ്പോൾ ആദ്യത്തെ 2 പേജ് മറന്നു പോകും. ഇതാണ് പഠിക്കുമ്പോഴുള്ള പ്രശ്നം. അപ്പം ഈ നാച്ചുറലി അതുകൊണ്ട് വായിക്കാത്തത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വായിക്കാം, സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ മറന്നുപോയാ? അതല്ല, വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടർ അതിൽ എനിക്ക് വർക്കായില്ല. എന്നാൽ എല്ലാവരും ഞാൻ പോയി ചെയ്തേനെ. പോയി സ്ക്രിപ്റ്റ് വായിച്ച് സാറ് നിർബന്ധിച്ച് വായിപ്പിച്ചല്ലേ. ഒരു സിനിമയും കളഞ്ഞു, പൈസയും കളഞ്ഞു, അല്ലേ? എല്ലാ കാര്യമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു? ലൈക്ക് ഹൗ? ഞാൻ സാറിനോട് പറഞ്ഞു സാറേ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ആ ക്യാരക്ടർ അതുകൊണ്ടാണ് ഞാൻ വേറൊരു ക്യാരക്ടർ വെച്ചു. സാർ ഞാൻ ആ ക്യാരക്ടർ ചെയ്യട്ടെ? സാർ പറഞ്ഞു അതൊരു പെണ്ണിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ വായിച്ചപ്പോ എനിക്ക് മോനോട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റ് കൊടുക്കണം നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ആർട്ടിസ്റ്റുകൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കണം നിർത്തിയെന്ന് കിട്ടും. എന്ത് സീരിയസ് ആയിട്ടല്ലേ കോമഡി പറയുന്നത്? ഇത് കോമഡി അല്ല കൊച്ചേ, ശരിക്കും നടന്ന കാര്യമാണ്. പക്ഷെ എനിക്കിത് കോമഡി ആയിട്ട് തോന്നിയത്. ബട്ട് മോനേന്റെ അവസ്ഥ ചോദിക്കില്ലേ? അതെ,
അതിപ്പോ ഇനിയിപ്പോ ഇത് കാണുമ്പോൾ അവസ്ഥ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നോയും പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വേറെ വിനീതിനെ വിളിച്ച് പറയാൻ നോക്കി ഇത് ചെയ്യണോന്ന് ചോദിച്ചു. അമ്മാവനല്ലാതെ ആരെങ്കിലും അമ്മാവൻ അവന് സ്ക്രിപ്റ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ വിനീത് അല്ലേ? അപ്പൊ ഒരേ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൂ. 1-2 ഇതേപോലെ വേറൊന്നും വായിച്ചത് ബുദ്ധമാണതിൽ 2 ആ വായിച്ച സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുക, പടം ഇനി ഇറക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ തീരുമാനിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് ചെയ്തും കഴിഞ്ഞു. അപ്പൊ നിനക്ക് ആ ഏരിയ ചേരുന്നില്ലല്ലേ? അത് ഞാൻ പലരുടെ നല്ലതിന് വേണ്ടി ആ തീരുമാനം എടുത്തു. ക്യാരക്ടർ മാത്രം കേൾക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. കീപ് എ റീഡർ. ഒരു റീഡർ എന്ന് വെച്ചൂടെ? എന്റെ കൂടെ ഉള്ള 8ാം ക്ലാസ്സാ പഠിച്ചിട്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ല ഇപ്പൊ എല്ലാവർക്കും അവനാ നിനക്ക് വെള്ളം എടുത്ത് തരുന്നേട്ടോ, നീ സൂക്ഷിച്ചോ. നീ പരസ്യമായി പറഞ്ഞതിന് 8ാം ക്ലാസ് ആണ്. പക്ഷെ 8ാം ക്ലാസ്സുകാർക്ക് വായിക്കാനൊക്കെ പറ്റും. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ മലയാളത്തിൽ പദ്യമൊക്കെ വായിക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കും എനിക്കും നല്ലത്. സോ നല്ലൊരു ഐഡിയ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഇഷ്ടപ്പെട്ടു. റിയൽ കോണ്ടന്റ് എന്നുള്ള സ്കോപ്പ് ഉണ്ട് അതിൽ. വൈറാലിറ്റി. നിവിൻ ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു ഫയർ എല്ലാവർക്കും ഒരു മൊമെന്റ് ആണ്. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരു സിനിമ കാണുന്ന ആ ഒരു മൊമെന്റ് ആയിരിക്കും. വാട്ട് ഈസ് ദാറ്റ് മൊമെന്റ് ഫോർ യു? എപ്പോഴായിരുന്നു ആ സ്പാർക്ക് വന്നത്? ലൈക്ക് വിച്ച് ഏജ് ഡിഡ് യു ഫീൽ ആക്ടിങ് ചെയ്യണം? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആക്ടർ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹമോ പാഷനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ അങ്ങനെ ഒരു ആംഗിൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റുമോ ഇല്ലയോ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ചിന്തയാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഈ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളാണ്. എനിക്ക് ആൾക്കാരെ കണ്ട് ഞാൻ പെട്ടെന്ന് ശബ്ദമൊന്നും പുറത്തു വരില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മൈക്ക് എപ്പോഴും പറ്റുന്ന ചുമ്മാ കാറ്റ് അപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 കൊല്ലം വീട്ടിലിരുന്നു. ആ 2 കൊല്ലമാണ് ഇതിലേക്ക് എത്തിച്ചത്. ആ 2 years ഓഫ്. അത് ഏത് ഏജിലായിരുന്നു? അത് 6 to 8 അല്ല 8 to 10. ആ 23 to 25. അപ്പോഴാണ് കൂടുതൽ അൽഫോൺസായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും, ഡെയിലി മീറ്റ് ചെയ്യും, സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ. അപ്പം പയ്യെ സംസാരിച്ച് ഇതായിരിക്കോ വഴി, ഇതാണോ വഴി എന്നൊക്കെ ചിന്തിച്ച് ആ 2 years ഫുൾ ഇൻടു സിനിമയായിരുന്നു. ചർച്ചകളും എനിക്ക് ആ സമയമാണ് ഇതിലേക്ക് എത്തിച്ചത്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സിജു ഉണ്ട്, ഷറഫ് ഉണ്ട്, കിച്ചു, ശബരി, എല്ലാവരും ഈവനിങ് ഒത്തുകൂടും, സിനിമ മാത്രം ചർച്ച ചെയ്ത്, ഷോർട്ട് ഫിലിംസ് മാത്രം ചർച്ച ചെയ്ത്. എനിക്ക് തോന്നുന്നു അത് പയ്യെ അതിലേക്ക് കയറി. ഈ സിജു ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസ് അല്ലേ? നമ്മൾ ചെറുപ്പം മുതൽ ഒരുമിച്ചുള്ളവരാണ്. എങ്ങനെ എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്റ്റോറി? ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ചാണ്, സെയിം പള്ളിയിലാണ്. അപ്പം പള്ളിയിലെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ട്. സെയിം കാറ്ററിംഗ് ക്ലാസ് ആയിരുന്നു. ഏത് പള്ളിയായിരുന്നു? സെന്റ് ഡൊമിനിക് ചർച്ച്. ഞാൻ മറ്റേ കീഴ്മാട് പള്ളിയായിരുന്നു. കീഴ്മാട് അവിടെ വന്നിട്ടില്ല. കീഴ്മാട് വന്നിട്ടില്ല. പെരിയാർമുഖം. പറഞ്ഞോളൂ. ചെറുപ്പം മുതൽ സിജു ഒക്കെ ആയിട്ട് അങ്ങനെ വളരെ ചെറുപ്പം മുതലുള്ളൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാവുന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ ഇതാരാണ്? ഹലോ, ഹായ് നിവിൻ. ഞാനിവിടെ കൊടയിലാണുള്ളത്, കൊടൈക്കനാല്. നമ്മുടെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ കൊടയിൽ ട്രിപ്പ് വന്നൊക്കെ ഓർമ്മയുണ്ട്. പ്രേമത്തിൻ്റെ ഷൂട്ട് കൊടൈക്കനാല്. ആക്ച്വലി നിങ്ങളെല്ലാവരും കൂടെ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് അടുത്ത് നമ്മുടെ കൊടൈ ട്രിപ്പ്? എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കണം. ഓക്കെ, നന്നായിട്ട്, നല്ല നാച്ചുറൽ. ഇത് നാച്ചുറൽ അല്ലേ? അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ കൂടി സംസാരിച്ചുള്ളൂ. ആണോ? അപ്പൊ ഇതൊന്നും പറഞ്ഞില്ല? ഇത് പറഞ്ഞില്ല. വേറെ കുറെ എന്തൊക്കെയോ സംസാരിച്ച് ഒരു പണി വരുന്നുണ്ടെന്ന്. ഇത് പറഞ്ഞില്ല. ഇത് പറഞ്ഞു. ഇത് യു ഓൾസോ ഡിഡ്ന്റ് ടെൽ ഹിം നോ ഇതിന് വരുവാന്ന്. ഇല്ല, അവൻ അറിയില്ലല്ലോ. പറഞ്ഞിരുന്നേ ഒന്ന് വാൺ ചെയ്തേനെ ഇവിടെ. പിന്നെ എപ്പോഴും എന്തെങ്കിലും ആവശ്യം അങ്ങോട്ട് വിളിക്കും, നമ്മൾ മീറ്റ് ചെയ്യും. അവൻ അവിടെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ അവിടെ ചില വീക്കെൻഡ്സിലൊക്കെ നമ്മൾ കൂടും, അല്ലെങ്കിൽ ഇവിടെ കാണും. അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. ആൻഡ് അജുചേട്ടൻ ഈ സർവമായ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പം നിങ്ങളാണ് കോംബോ. ആൻഡ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ദർ ഇസ് സോ മച്ച് ഓഫ് കെമിസ്ട്രി. ഓഫ് സ്ക്രീൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്.
എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റോൾ ക്യാരക്ടേഴ്സ് എന്താണ് ഈ സിനിമയിൽ? നോം എന്തൊക്കെ പ്രതീക്ഷിക്കണം? നോം കസിൻസ് ആണ്. നോമും ഓനും വേറെ പോലെ. ഓനാ? അതെ 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 അതാരാ ഓൻ? ഹാപ്പൻസ് മൂത്തോൻ അതാണോ? തെറ്റിപ്പറ്റിയതാ. കുഴപ്പമില്ല. കസിൻസ് ആണ്. സീനിയറാണ് അല്ലേ? സീനിയർ നമ്പൂതിരിയാണ്. ഞാൻ ഈ പൂജയിലൊക്കെ കുറച്ചുകൂടി എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹം എയ്ത്തിസ്റ്റ് ആണ്. ഓക്കെ. പക്ഷെ ഗിറ്റാർ വായിക്കും. അതെ, ഒറ്റ ഉപജീവന മാർഗം ഗിറ്റാർ വായിക്കാൻ പോകലാണ്. അങ്ങനെ അറിയാം. ഓം എല്ലാം അറിയുന്നു. ഓമെല്ലാം അറിയുന്നു. നോം ഓം എന്ന് പറഞ്ഞപ്പോ നോമിന് കിട്ടിയതാ. അതെ, മെഡിറ്റേറ്റ് ചെയ്തത്. അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പം എൻ്റെ ഒരു പൂജ കർമ്മം ഒന്നും ഒട്ടും റോങ് ആയിട്ടുള്ള ഒരു വേർഡ് പോലും ഇല്ല. ശരിക്കും അവിടെ ഒരു ആക്ഷൻസ് ആ കർമ്മം ചെയ്യുന്നത് പോലും നമുക്ക് സെറ്റിലൊരു പൂജാരി ഉണ്ടായിരുന്നു. കറക്റ്റ് മന്ത്രങ്ങളോ അല്ലെങ്കിൽ കർമ്മവിധികളോ അതൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന കാര്യത്തിനാണ് നമ്മളൊരു പൂജ ചെയ്യുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മന്ത്രങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. കാര്യം നാളെ അതുകൊണ്ടൊരു ഹേർട്ട് ഫീൽ ആർക്കും വരരുത്. അത് വാലിഡേറ്റ് ചെയ്യുന്ന ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കാണിപ്പായർ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ വൈഫും അവരുടെ മുന്നിൽ നമ്മൾ ഇത് ചെയ്തു. ഷോട്ടിലുണ്ട് ഒരു ഷോട്ടിൽ. അത് അഖിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഇന്നുവരെ ചെയ്തതിൽ വ്യത്യസ്തമായ സിനിമയോ സീക്വൻസോ ഒന്നും അതിനേക്കാളും ഡെഫിനറ്റ്ലി ക്യാരക്ടേഴ്സ് വ്യത്യാസമുള്ളതല്ലേ. ഓക്കെ. ആൻഡ് അഖിൽ തന്നെയാണ് റൈറ്റർ, എഡിറ്റർ, ഡയറക്ടർ. ലിറിക്സ് ഉണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല, ചിലപ്പോൾ തുടങ്ങുമായിരിക്കും. സോ ടെൽ us about അഖിൽ. ഹൗ is it working with him? എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. എനിക്കത് ബേസിക്കലി മടി നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അതുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം മടിയുണ്ടോ? അയ്യോ, ഞാന് നിങ്ങളുടെ BTS കണ്ടു. കേരളത്തിൽ 5 മണിക്ക് വിടുന്നു പറഞ്ഞിട്ട് 6 മണി അതെന്ന് പറഞ്ഞു. അത് വെളുപ്പിനാണ്ടോ? ഓ, വെളുപ്പായിരുന്നോ? അത് എല്ലാവരും കാണുന്നത് എനിക്ക് ഈവനിങ് ആണ്. നമ്മള് തലേ ദിവസം കയറിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 o'clock മാറ്റും. ഞാൻ വിചാരിച്ചു വെളുപ്പിനെ. വെളുപ്പിന് 5 മണി. പക്ഷെ ഈവനിങ് 7 ലൈസൻസ് വാങ്ങിച്ചു. ആണല്ലേ? ജനം കൊടുത്ത്. ആ ഡയലോഗ് ഒന്ന് പറയോ? അയ്യോ, അത് വെറുതെ 5 മണിക്ക് വിടുന്നു പറഞ്ഞിട്ട് 6 മണിയായി. 7 മണി വിടുന്നില്ല അല്ലേ? മണി 9 അമ്മമാര് ഷൂട്ടിങ്ങിന് വിളിച്ചിട്ട് സമയം തീർത്താൽ വിടുകയില്ല. 5 മണിക്ക് വിടാന്ന് പറഞ്ഞു, 6 മണിക്ക് വിടാന്ന് പറഞ്ഞു, 7 മണിക്ക് വിടാന്ന് പറഞ്ഞു, 8 മണിയായി. അതൊരു ഫ്ലൈറ്റിന് ഇന്റീരിയർ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ പോയാൽ പിന്നെ ഭയങ്കര പൈസയാണ്. അപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷെ അഖില് ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനെ ഒരുപാട് കംഫർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. വിനീത് അങ്ങനെയാണ്. ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ പ്രാവശ്യം വർഷങ്ങൾക്ക് ശേഷം കുറച്ച് 6 മണിക്ക് ഇറക്കി. വർഷങ്ങൾക്ക് ശേഷം 6 മണിക്ക് 7 മണിക്ക് എന്താ ഇറക്കി? മറ്റേ ഞാൻ ചോദിച്ചു എന്തിനാണ് കാലത്ത് നമ്മൾ 6 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത്? അയ്യോ, എനിക്കത് ഇഷ്ടമില്ല. ആർക്കാ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ലോ. ഞാൻ പറഞ്ഞൊരു 8 മണി 8:30 നമ്മൾ ഇറങ്ങിയ പോലെ കാലത്ത് 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് സെറ്റിൽ കാണാം. ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ കുറച്ച് സ്ട്രിക്റ്റ് ആയി? എനിക്കൊന്ന് ബാക്കി എല്ലാവർക്കും 8 ഉള്ളൂ സാധാരണ. ഞങ്ങൾ വന്നാൽ 6 മണിക്ക് ഇറക്കും. വിനീതാട്ടം വന്നിട്ട് 6 മണിക്ക് വരുത്തിയിട്ട് നിങ്ങൾ അവിടെ ഇരുത്തോ? അപ്പൊ 5 മണിക്ക് നമ്മുടെ ക്യാമറ ടീമൊക്കെ വരണ്ടേ? ഓ, അവരൊക്കെ എത്തും. വിനീതേട്ടൻ ഇങ്ങനെ എനിക്കറിയുന്ന വിനീതേട്ടൻ ഇങ്ങനത്തെ ഒരാളേ അല്ല. പിന്നെ ആദ്യത്തെ സിനിമയുടെ അനുഭവം പറയണ 33 ദിവസം എത്ര ദിവസം? ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വലിയ തെറ്റേ അല്ല. നിങ്ങളൊക്കെ ഞാനാണെങ്കിൽ 4 മണിക്ക് വരാൻ പറയും. വന്ന തന്നെ 4 മണിക്ക് ഇറക്കോ? ഒന്ന് കാണണല്ലോ അല്ലേ? എനിക്കൊരു കാര്യം പറയണ്ടേ. വിനീതേട്ടൻ, ഞങ്ങളുടെ വിനീതേട്ടൻ ഇങ്ങനെ അല്ല. വീഡിയോ ഉണ്ടോ? പൊളിച്ചെടുക്കളിയാ. ഇവനെ എനിക്ക് നിന്നോട് ചോദിക്കാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് എന്താ പറയുക, 2025 എൻഡായി 2026 തൊട്ട് അങ്ങോട്ട് നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. ഐ ഓൾവേസ് വിഷ് യു വെൽ ആൻഡ് യു നോ ദാറ്റ്. നല്ല കാര്യങ്ങൾ നടക്കട്ടെ ലൈഫിൽ. മലയാളികളെല്ലാവരും നിനക്കൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് അവരുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ
അത് നീ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ഹാപ്പി. ഓക്കെ, വേറൊന്നും പറയാം. അച്ചോ. ഭയങ്കര സ്വീറ്റ് അല്ലേ? ഓ ഓ ഓ താങ്ക് യു. എല്ലാത്തിനും ഞങ്ങളും ഭാഗമാവാൻ സാധിക്കട്ടെ. അങ്ങനെയുണ്ട്. ആ സിനിമയിൽ നമുക്കും ഒരു ഭാഗമാവാൻ സാധിക്കട്ടെ. 2026 അല്ലേ, ഞാൻ ഫ്രീ ആ, പിള്ളേർ വലുതായി. അഭിനയിച്ചൊരു പടത്തിന്റെ സെക്കൻഡ് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്, എന്റെ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ. ബിനിച്ചാട്ടം വന്നപ്പോ എന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ല, ജാംബി അതെ അല്ലേ? ശരിക്കും ഇപ്പൊ ജോർജ് എന്നോട് പറഞ്ഞു അതിനെ കുറിച്ച് ചോദിക്കാൻ എന്തായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ വേറെ ആരോടോ സംസാരിച്ചെന്ന് തോന്നുന്നു. ഇല്ല അവൻ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാൻ പറയാം. ഇപ്പൊ പറഞ്ഞവൻ ആ ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. മായാനദിയുടെ വിഷമത്തിലിരിക്കുക. ആ ഞാൻ മായാനദി പോയതിന്റെ പെട്ടെന്ന് വേണ്ട ഇതൊന്നും പറയണ്ട, ജാംബി ആ റിയാക്ഷൻ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ സിനിമയിൽ വന്നിരുന്നു. ജോർജ് ഇതൊക്കെ കുറെ നോട്ടീസ് ചെയ്യും. ശരി, ഇതിനൊന്നും അവാർഡില്ല ഈ ഷോയിന്. ഇത് ഇങ്ങനെ വെക്കുന്ന ഓ അതിനോ ഫ്യൂച്ചറിൽ വരും ഇതിനൊക്കെ സ്റ്റേറ്റ് അവാർഡ് തന്നാൽ ഒബ്വിയസ്ലി സ്റ്റേറ്റ് ഒക്കെ ഇച്ചിരി കൂടി പോയി. അല്ലാതെ എന്തെങ്കിലും അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. ഞാൻ ഭയങ്കര നല്ല വീഡിയോ ആയിപ്പോയല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഞെട്ടിയില്ലേ? എപ്പോഴും എന്നോട് പറയുന്ന കാര്യം ഇതാണ്, ഇങ്ങനത്തെ ഈ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, അപ്പൊ നീ അങ്ങനത്തെ സിനിമകൾ നോക്കി ചെയ്യണം. അപ്പൊ അത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതെ അതെ. ആക്ച്വലി നിവിൻ അത് എന്താ തോന്നിയത് ചെയ്യാതിരിക്കുന്നതാണോ? അതല്ലേ ചോദിക്കാം. അങ്ങനെയല്ല ഞാൻ ചോദിക്കാന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ഞാൻ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്ങനെ എന്നെ ഇപ്പൊ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. എന്റെ ക്വസ്റ്റ്യൻ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് നിവിൻ ആക്ച്വലി തുടക്കത്തിൽ കുറെ ഹിറ്റ് വാരി കൂട്ടിയ ഒരാളാണ്. അതായത് പ്രേമം, നേരം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളിത് ഞാൻ ചുമ്മാ പറയല്ല, 2-3 പ്രാവശ്യം ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുണ്ട് വിത്ത് ഫ്രണ്ട്സ്. അതായത് ഏതെങ്കിലും ഫ്രണ്ട്സ് പോകുന്നത് ഞാനും വരാം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനും ആൻഡ് യുവർ ആക്ടിങ് ആൻഡ് നസ്രിയ അതിൽ വരുന്ന ആ ഒരു നേരമാവട്ടെ, പ്രേമമാവട്ടെ, ഇതെല്ലാം നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ഇത്രയും ഹിറ്റ്സ് ഫസ്റ്റ് ഡേ വരുമ്പോൾ മലറിനോട് പറഞ്ഞ പ്രേമം കണ്ടത് അവർക്ക് വേണ്ടിയാണല്ലോ. വേണോ? ക്യാമറ കട്ട് അല്ലേ? അല്ല അതും അങ്ങോട്ട് എന്നിട്ട് ഞാൻ അങ്ങനെ അല്ലേ മലരേ നിന്നെ കാണാതിരുന്നാൽ ടോപ്പിക് മാറ്റി. അപ്പം ഇങ്ങനെ തുടക്കത്തിലെ കുറെ ഹിറ്റ് വെച്ചിട്ടുണ്ട്. തുടക്കത്തിലെ ഇത്രയും ഹിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു എക്സ്പെക്ടേഷൻ വരും. അതായത് നമ്മൾ എപ്പോഴും നല്ല നല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇനിയും നല്ലതിന് നല്ല അതൊക്കെ മേലെ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഇപ്പം ഞാനത് അനുഭവിക്കുന്നുണ്ട് ഈ ഷോയിൽ. സോ അതിൻ്റെ ഇടയിലൂടെ അപ്പം അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്തിരുന്നോ? അതായത് നമ്മളൊരു സിനിമ ചൂസ് ചെയ്യുമ്പം എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ല, അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ തുടക്കം? ഞാൻ ഉത്തരം പറയട്ടെ. പറഞ്ഞു. സിമ്പിളായിട്ട് ഒരു കുട്ടി ഒരു സ്കൂളിൽ ചേർന്നു. ആ കുട്ടി ആദ്യം തന്നെ 98, 97, 96, 98 വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ആ കുട്ടി 85 വാങ്ങിച്ചാലും അപ്പം പോരല്ലോ എന്നേ പറയുള്ളൂ. ആര്? നാട്ടുകാരും വീട്ടുകാരും ടീച്ചേഴ്സും. പക്ഷെ 85 ഒരിക്കലും. ഞാൻ വീണ്ടും ആരോട് പറയുന്നു, അതിപ്പോ എന്റെ കുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സഹിക്കും. എന്നാ സഹിച്ചോ. ഇതാണ് എന്റെ ഡാഡി എന്താ പറഞ്ഞെന്നറിയോ? നീ പഠിക്കണ്ട. ഇത് ശരിക്കുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല പറയുന്നത്. എന്റെ ഡാഡി അങ്ങനെ പറഞ്ഞു, നീ പഠിക്കേ വേണ്ട. ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്കൊരു വാശിയാണ് പഠിക്കണം. ദേ കിടക്കണു. സത്യം എന്റെ ഡാഡി പാവാടാ. ഡാഡി ഇപ്പൊ എവിടുന്ന് വന്നു? ഞാൻ പറയുന്നത് കേൾക്കല്ലേ? നിങ്ങളുടെ സ്കൂൾ എവിടെ തന്നത്? ഈ കുട്ടി കുട്ടി ഈ പ്രേമം നേരം ഇതൊക്കെ പറഞ്ഞില്ലേ? അതാണ് ഒരു കഥയുടെ മേളിലൊരു കഥ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ കണ്ടിന്യൂ. അപ്പൊ എന്താ ഇതിന്റെ ഉത്തരം എന്താ? വാട്ട്സ് ദി ആൻസർ? ഉത്തരം. Did he feel the pressure? ചോദിക്ക്.
വന്നിരുന്നോ? പ്രഷറല്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അല്ല, അതായത് നമ്മുടെ കൂട്ടുകാരും ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആസ് ആൻ ആക്ടർ നീ ഇമ്പ്രൂവ് ആവണം. അപ്പം ബാക്കിയുള്ള ആക്ടേഴ്സിനെ കാണും. ത്രില്ലർ സിനിമകൾ, മറ്റേ ഒരു ആക്ടർ പൊട്ടൻഷ്യൽ നീ കാണിക്കുന്നില്ല. കോമഡി വെറുതെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് പ്രേക്ഷകർ കുറച്ച് മറക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഓക്കെ ഇനിയിപ്പം ശരിയാണോ, അവർ പറഞ്ഞ് ശരിയാണോ, എന്നാൽ പിന്നെ കുറച്ച് മാറി നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. അതെല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ന്, എടാ നിൻ്റെ ഒരു കോമഡി പടം കാണാൻ ആഗ്രഹിക്കുന്നതാ, എടാ നീ അല്ലടാ പറഞ്ഞത്. പറഞ്ഞവനെ വിളിച്ചോടുവാ. എനിക്കൊരു ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മൾ ആ ജേണിയിലൂടെ മനസ്സിലാക്കിയത്. എനിക്ക് ആക്ച്വലി നിവിൻ്റെ എല്ലാ പടവും എനിക്ക് വർക്ക് ആവാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് നിവിൻ. അതെങ്ങനെയുണ്ട്, ഇഷ്ടമായില്ല? എനിക്കിപ്പോ എന്താ ഇഷ്ടത്തിന് ഇഷ്ടമായി. ഞാനൊരു കാര്യം ആവേണ്ട ഒരാളുണ്ട് അവിടെ ചോദിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് പ്രേക്ഷകരുടെ മനസ്സിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ലേ? എനിക്ക് എന്ത് എനിക്ക് അജു വർഗീസിന്റെയും ന്യൂബോളിന്റെയും ഇഷ്ടപ്പെട്ട മൂവി തട്ടത്തിന്മാരെ. ഞാൻ ഒരുപാട് പ്രാവശ്യം റീവാച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവി. എനിക്ക് ന്യൂബോളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് പ്രേമമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ന്യൂബോളിയുടെ സിനിമ ഓം ശാന്തി ഓശാനും. അജു വർഗീസ് ഭയങ്കര ഫണ്ണാ, പ്രത്യേക ഒരു ഏറ്റവും കൂടുതൽ ഹ്യൂമർ ഒക്കെ നല്ലപോലെ കൊണ്ടിരുന്ന ഒരാളാണ്. അജു വർഗീസിന്റെ അടിയപ്പിയരെ കൂട്ടമണി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിവിൻപോളിയുടെ പ്രേമം എന്റെ ഇഷ്ടപ്പെട്ട മൂവി പറയുന്നത് ലവ് ആക്ഷൻ ഡ്രാമയാണ്. മെയിൻലി അതിൽ കോമഡി അജു വർഗീസിന്റെ ന്യൂബോളിന്റെ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൽ ന്യൂബോളിനെ അജു വർഗീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കോംബോ നല്ല അടിപൊളിയാണ്. അവരുടെ സിനിമയൊക്കെ നൈസാണ്. കുറെ നാളിന് ശേഷമാണ് ന്യൂബോളിയുടെ അജു വർഗീസിന്റെ ഒരു ഒരുമിച്ചുള്ള ഒരു മൂവി കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവി ആ രണ്ടുപേരുടെയും വെച്ച് നോക്കുവാണെങ്കിൽ തട്ടത്തിമറയത്താണ് ഏറ്റവും ഇഷ്ടം. ഐ ലവ് ഇറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിൻപോളിയുടെ പ്രേമമാണ്. അജു വർഗീസിന്റെ കോമഡി, നമ്മൾ ബാഡ് മൂഡിലൊക്കെ ഇരിക്കുമ്പോ ഒരു അജു വർഗീസ് പടമൊക്കെ കാണുമ്പോ അടിയപ്പിയരെ കൂട്ടമണി ലവ് ആക്ഷൻ ഡ്രാമ അവരുടെ ആ ഒരു അടിപൊളിയാണ്. നിവിന്റെ അജു വർഗീസിന്റെ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ഒരു വടക്കൻ സെൽഫി. അതിലെ കോമ്പോ നല്ല രസമുണ്ടായിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമയാണ് നിവിൻപോളിയുടെയും നമ്മുടെ അജു വർഗീസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് പടം. ഈ സർവമായ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ചെയ്യേണ്ട അത്രയും ഒരു 100 കോടി ക്ലബിൽ കയറണം എന്നാണ് നമുക്ക് ആഗ്രഹം. ഫസ്റ്റ് ദിവസം പോയി കാണും. എന്ത് തോന്നി നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു അവരുടെ മനസ്സിലായോ? നിങ്ങൾ ഒരു ഭയങ്കര കോംബോ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അത് നമ്മൾക്കൊരിക്കലും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ അന്ന് ചെയ്ത സിനിമകൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ തരുന്നൊരു ഒരു പേർക്സ് ആണ് അല്ലേ. അപ്പം അത് നമ്മൾ നീതി പുലർത്തുക, വീണ്ടും സർവമായും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റട്ടെ. ഞങ്ങൾ വെറുതെ നിന്നാൽ നമ്മളെ ആരും ഇഷ്ടപ്പെടില്ല. ഇപ്പം നിവിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും അതത് കഥാപാത്രങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ഒരു കഥയും ഒരു തിരക്കഥയും വരണ്ടേ. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ വിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിനീതാണെങ്കിലും പ്രീതേട്ടനാണെങ്കിലും പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ജൂഡാണെങ്കിലും മിഥുനാണെങ്കിലും ഇപ്പം ഇവരാണെങ്കിലും അഖിലാണെങ്കിലും ഇതൊക്കെ കറക്റ്റ് ടൈമിൽ പ്രേക്ഷകരിൽ വർക്കായ ഈ റിസൾട്ട് കിട്ടും. 25th ഡിസംബറിൽ അറിയാം. ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണണം. ബിക്കോസ് ഇതിലെ മ്യൂസിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ എവിടെയും കിട്ടില്ല അല്ലേ. തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്റർ ഏത് തിയേറ്ററിലാണ് നിങ്ങൾ പോവാ? ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏത് തിയേറ്ററാണ്. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ എന്തിനു വന്നത്? അപ്പൊ പ്രേക്ഷകർ പറയില്ല. അപ്പൊ ഏതെങ്കിലും തിയേറ്ററിൽ വരാം. നമ്മുടെ മാതാമാധുര്യ സീനത്തിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ടെങ്കിലോ? ഞാൻ വരുമല്ലോ. ആരെ കാണാൻ? ഞാൻ സിനിമ കാണാൻ പോവും. ഞാൻ തിയേറ്റർ ലിസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ അല്ലേ? അതെ, തിയേറ്റർ കിട്ടിയില്ല, തിയേറ്ററിന്റെ ലിസ്റ്റായി വരുന്നുള്ളൂ. എന്ത് എ ആണോ? ലൈക്ക് ഹൊറർ അല്ലേ? ഹൊറർ അല്ല, ഇത് ക്ലീൻ യു ആണ്. ഒരു കട്ടില്ല, ഒന്നുമില്ല. അതേ പറഞ്ഞ അത് പിള്ളേരെ കൊണ്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്നൊരു രസകരമായിട്ടുള്ളൊരു ഗോസ്റ്റ് സ്റ്റോറി. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പിള്ളേർക്കൊക്കെ സുഖാണോ? എനിക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നല്ലോ. അത് എനിക്ക് ആ ചേട്ടൻ കയറി വന്നപ്പോ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു. ഭയങ്കര ഒരു സ്വീറ്റ് പക്ഷെ അത് ആരാ ക്രെഡിറ്റ് എടുക്കുന്നത്? ബിക്കോസ് എല്ലാ വർഷവും ഷീ മേക്ക് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? ഓക്കെ, ക്രിസ്മസിന്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി എടുത്തു. സോ അജു ചേട്ടൻ്റെ വൈഫാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഷീസ് ഗിവൻ മീ എ വെരി ഒരു സ്വീറ്റ് ഒരു സാധനം, ഒരു ക്രിസ്മസ്. ഇത് തിന്നുന്നതാണോ? അല്ല, ഫ്രിഡ്ജ് മാഗ്നറ്റാ. ഞാൻ അതുകൊണ്ട് ഇതൊരു ക്രിസ്മസ് ട്രീ. ഓ, ദിസ് ഇസ് സോ ക്യൂട്ട്. നിവിന് വേണോ? ഇത് കണ്ടോ? പിള്ളേരെ അല്ല, ഫോട്ടോ.
ഇതൊക്കെ ഇവിടെ വെക്കാം അല്ലേ? ഇവിടെ വെക്കാം, ഡെക്കറേഷൻസ് ആവട്ടെ, നമുക്കിതൊക്കെ യൂസ്ഫുൾ ആണ്. ഇത് ആദ്യമേ എടുത്ത് വെക്കണ്ടായിരുന്നല്ലേ? അയ്യോ ഞാൻ അതാണ് ഇപ്പൊ നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് അല്ലേ? അതെ അതെ, അതിൽ നോക്കാം. ഇതാരാ ഇത്? ഇതൊരു മൗണ്ടനാ. ഇത് വവ്വോ, ഇതിലെനിക്ക് ബട്ടർ ഒക്കെ ഇട്ട് വെക്കാൻ തോന്നുന്നല്ലേ? ഷുഗർ ആയിക്കോട്ടെ, ഇതൊക്കെ നന്നായിട്ട്. ആഷ്ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ചോക്ലേറ്റ്സ്, ഐ തിങ്ക് ഇറ്റ്സ് ആഷ്. വേണമെങ്കിൽ അല്ലേ? വേണമെങ്കിൽ, നിർബന്ധിക്കുന്നില്ല. നൊന്തു പോയിട്ടേ. ഇത് ആഷ്ട്രേ ആയിട്ട് യൂസ് ചെയ്യോ? നല്ല ടു മച്ച്. ഞാൻ ബട്ടർ ഇടാന്നാ പറഞ്ഞത്, ചുമ്മാ ഇത് എനിക്ക് തന്നു വിട്ടത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പ്രേമം സിനിമയെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞേയില്ല അല്ലേ? അതുപോലെ ഒരു സെൻസേഷണൽ മൂവി, അതായത് നിങ്ങളുടെ പാട്ടുകളാവട്ടെ, ഞങ്ങളൊക്കെ ആ ഓണത്തിനൊക്കെ ഫുള്ള് നിങ്ങളുടെ ആ ലുക്കാണ്. എല്ലാ ആണുങ്ങളും താടി വളർത്താൻ തുടങ്ങി, നിവിൻ്റെ പോലെ ഉള്ള ഡ്രസ്സിങ്ങും. ഐ മീൻ യു ഇൻസ്പയർഡ് പീപ്പിൾ ടു ബിക്കം ജസ്റ്റ് ലൈക്ക് ദം. ഡ്രസ്സ് ഭയങ്കര, ആ മുണ്ടൊക്കെ മടക്കി ആ നടക്കുന്ന ആ ഒരു മാസ്. അറ്റ് ദ സെയിം ടൈം നിവിൻ്റെ ഒരു വളരെ സോഫ്റ്റ് സൈഡും അതിലുണ്ട്, എല്ലാം ഉണ്ട്. ഐ മീൻ ദ കാസ്റ്റിംഗ്, ഐ തിങ്ക് ദ ക്രെഡിറ്റ് ഗോസ് ടു അൽഫോൺസ്. പ്രേമം പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പം വാട്ട് വാസ് യുവർ മെൻ്റൽ സ്പേസ് ചെയ്യുന്ന സമയത്ത്? അത് റിലീസ് ആയതിനു ശേഷം വാട്ട് വാസ് യുവർ മെൻ്റൽ സ്പേസ്? ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കുറച്ച് നാൾ ഒരുമിച്ചിരിക്കാമല്ലോ. പിന്നെ ഒരു ലവ് സ്റ്റോറിയാണ്, കുറച്ച് ഹ്യൂമറുണ്ട്, എല്ലാവരും ഒരുമിച്ച് കുറേ നാളുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം. പിന്നെ അൽഫോൺസ് അത്ര നല്ലൊരു കഥ പറയുന്ന ആളല്ല. അപ്പം എൻ്റെ അടുത്ത് പ്രേമത്തിൻ്റെ കഥ പറഞ്ഞിങ്ങനെയാണ്, എടാ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്താ കഥ എന്താടാ? അതായത് ഒരു +2 പഠിക്കുന്ന പയ്യൻ, അവന് +2 ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് പൊട്ടി. എന്നിട്ട് അങ്ങനെ അവൻ കോളേജിൽ പോയപ്പോൾ അവിടെ ഒരു പ്രണയം ഉണ്ടായി, അപ്പോൾ അത് നടന്നില്ല. പിന്നെ മൂന്നാമത് ഒരു പെൺകുട്ടീനെ കണ്ടു, കല്യാണം കഴിച്ചു. ഇതാണ് പ്രേമത്തിൻ്റെ കഥ. ഞാൻ പറഞ്ഞു, വൺ വെറൈറ്റി കഥ, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കേട്ടിട്ടില്ല. എടാ അത് അറിയാലോ, എനിക്ക് കഥ എങ്ങനെ പറയാറില്ല, പക്ഷെ ഇതാണ് എൻ്റെ ഒരു പരിപാടി, സാധനം ഇതാണ് പരിപാടി. പിന്നെ അവനെ ട്രസ്റ്റാണ്, അവനൊരു ബ്ലൈൻഡ്ലി ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ ഫ്രം നെഞ്ചോട് ചേർത്ത ആൽബം ആണെങ്കിലും നേരമാണെങ്കിലും പ്രേമമാണെങ്കിലും എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ്. അത് അവൻ ഡെലിവർ ചെയ്തോളും. ഡയറക്ടറിൻ്റെ അവൻ്റെയാണ് പടം, ബ്രില്യൻസ് ആണ്. അതായത് മ്യൂസിക് ആവട്ടെ, എഡിറ്റ് ആവട്ടെ, സൗണ്ട്, പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യുന്ന രീതി, എഡിറ്റിംഗ്, അത് ഫുൾ എൻറ്റയർ ക്രെഡിറ്റ് ഗോസ് ടു അൽഫോൺസ്. Are you still in touch with Alphonse? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ചുണ്ടായിരുന്നു. ആണോ? അപ്പോൾ അൽഫോൺസ് ഒന്നും പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. അവൻ്റെ ഉണ്ടോ? ചേട്ടാ ഭയങ്കര. ഹലോ രവിൻ, എടാതേ നീയും റിന്നയും കെട്ടെന്ന് പറയുന്നത് ആരാണ്? ഇതൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ആളെ പിടിയിട്ടെങ്കിൽ ഇത് എവിടെ വെച്ചാണ് പറഞ്ഞത്? ഒന്ന് ഗോബൂസ് ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ആലോ പെൻ ബുക്സ് ഇരിക്കണതിൻ്റെ വഴി, തേർഡ് എറണാകുളം ടൗൺ ഹാള്. പറ. അത് കൊള്ളായിരുന്നു. എന്താ ഇത്? എനിക്ക് മനസ്സിലായില്ല, ഇതൊക്കെ ഏതാ സ്ഥലങ്ങള്? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു ഈ വീഡിയോസ് ചെയ്ത് തന്ന എല്ലാവർക്കും. ബിക്കോസ് ഞാൻ ഇന്ന് രാവിലെ ഇവരൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് അയച്ചു തന്നതാണ്. സോ ഒരു നല്ല കൈഡി കൊടുക്കാം. ബിക്കോസ് ഇറ്റ് റിയലി, ഞങ്ങൾ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. ആ വീഡിയോ വേണമെങ്കിൽ വെട്ടി ഒട്ടിക്കാം. ഈ വീഡിയോ വന്നപ്പോൾ ഐ നെവർ തോട്ട്, ബിക്കോസ് അൽഫോൺസിനെയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പോലും ഞാൻ അതെങ്കിലും കണ്ടിട്ടില്ല. അപ്പം ഐ എം ഷുവർ ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഓഫ് യു, ബിക്കോസ് യു ആർ ദാറ്റ് സ്പെഷ്യൽ അല്ലെ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. താങ്ക്സ് ടു ഹിം ഓൾസോ. എന്താ ഇത് അൽഫോൺസ് എന്താ പറയുന്നത്? കല്യാണം കഴിക്കുമെന്ന് കൺഫേം പറഞ്ഞത് അല്ല, എവിടെ വെച്ചാണെന്നാണ് ചോദിച്ചത്. കെട്ടുന്ന ആരാ പറഞ്ഞ ആദ്യം? നിങ്ങള്? അവനായിരിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അത് ചോദിച്ചത്. അവനായിരിക്കും. ഗോബൂസിൽ വെച്ച്. എങ്ങനെയാ അത് പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി ടെൽ യു? അയ്യോ, എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അത് എത്രയോ കൊല്ലം മുമ്പ് നടന്ന. എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാവൂ. അത് ചിലപ്പോൾ പറഞ്ഞവരെ ഓർത്തിരിക്കുള്ളൂ, കേട്ടവരങ്ങനെ ഓർത്തിരിക്കുന്ന നിർബന്ധമില്ല. പക്ഷെ ഗോബൂസ് ആയിരുന്നോ അതോ മറ്റേ ലൈബ്രറി ആയിരുന്നോ? പറയാൻ കാര്യം എന്താ? ടൗൺ ഹാളിൽ പക്ഷെ വളരെ അങ്ങനെ 1-2 പ്രാവശ്യം ബസ് വരെ ടൗൺ ഹാളിൽ പോയി വായി നോക്കാൻ പോകാറ്. ടൗൺ ഹാൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയതായിരിക്കും. ടൗൺ ഹാളിൽ നിങ്ങൾ എങ്ങനെയാ പോയത്?
അവിടെ വെറുതെ ചില്ലിങ്ങിന് ഇരിക്കും. ചില്ലിങ്, അതെ അതെ. അവിടെ പരിപാടിയൊന്നും ഉണ്ടാവില്ല, പരിപാടി നിങ്ങളുടെ ആ ഗോബൂസ് എനിക്കറിയാം, അവിടെ സിപ്പപ്പ് വാങ്ങിക്കാൻ ഞാൻ വരുമായിരുന്നു. ആണോ? അൽഫോൺസിന്റെ സിസ്റ്ററും ഞാനും, ഞാൻ അക്കൗണ്ട്സിൽ കുറച്ച് വീക്കായിരുന്നേ. അപ്പൊ ട്യൂഷന് ഞങ്ങൾ ആ കോബൂസിന് അടുത്തൊരു ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് ട്യൂഷന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വെക്കൊണ്ടിരുന്നത്. അക്കൗണ്ട്സിന് പാസ് ആവാത്തപ്പോ ഡാഡി എന്ത് പറയുമായിരുന്നു? ഡാഡി അറിയേയില്ല ഞാൻ അക്കൗണ്ട്സ് എടുത്തെന്ന്. കേട്ടോ ഡാഡി? അമ്മാതിരി ഡാഡി, പേർലി ഡാഡി. അങ്ങനെ മമ്മി പറയുമായിരുന്നു, അത് മമ്മിയാണ് ട്യൂഷൻ. മമ്മി ഡാഡിക്ക് പറയുമായിരുന്നു. അങ്ങനെ അൽഫോൺസിന് ആക്ച്വലി അടുത്ത പരിപാടി ഇങ്ങനെ അടിപൊളി ഒരു പടം വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണിക്കുന്നു. ഒരുപാട് പേര് അവനെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്, വന്നല്ലേ പറ്റൂ. പക്ഷെ അൽഫോൺസ് ഇപ്പൊ ആക്ടിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. പണ്ട് മുതലേ അവനെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്. അവൻ പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ട്, മറ്റേ ഫോട്ടോസ് എല്ലാ സാധനവും ഉണ്ട്. അവനെ അഭിനയിക്കാനാണ് അവനെ ആദ്യത്തെ ഭയങ്കര ക്രേസ്. പിന്നെ ഡയറക്ഷൻ വന്നു, ഇപ്പൊ അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്യാലോ. അതെ, രണ്ടും ചെയ്യാലോ. ഈ ഇതിലുണ്ട്, സർവമായിലും ഉണ്ട്. അതെ, അഭിനയിച്ചിട്ടുണ്ട്. Did you just reveal something? Oh guys, അപ്പം അൽഫോൺസ് is there in അൽതാഫ് ഉണ്ട്. അൽതാഫിനെ നമ്മൾ BTSൽ, പക്ഷെ അൽഫോൺസിനെ കണ്ടില്ല. ഒരു സീൻ വന്ന് നമ്മളുടെ നമ്മുടെ ആട്ടത്തിന്റെ ഡയറക്ടർ ആനന്ദ്. അപ്പൊ നല്ലൊരു കാസ്റ്റ് തന്നെ ഉണ്ട്. രസമായിരുന്നു കേട്ടോ. ആക്ച്വലി അഖിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമേ കഥയെല്ലാം കേട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പിരിഞ്ഞവരാണ്. ഞാൻ അഖിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞ് അഖിൽ പിന്നെ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 3 മാസം ബ്രേക്ക് എടുത്ത് പിന്നെ ഞാൻ ബേബികൾ എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ വേർഷൻ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതൊരു 2 hours നരേഷൻ തന്നു. ഞാൻ പറഞ്ഞു എന്ന് തുടങ്ങാൻ പറ്റും, പിന്നെ ഇവൻ എന്ന് പറയുന്നോ അന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ട്, തുടങ്ങാൻ പറ്റുമെന്ന് വെച്ചു. റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നരേഷൻ കഴിഞ്ഞ് 10th ഡേ ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. അങ്ങനെ ഭയങ്കര പാടാ സർവമായ ഒരു. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഓൾ സെറ്റ് ആയിരുന്നു, ഓൾറെഡി റെഡി. അപ്പോൾ അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുള്ളൂ, അതായത് ബാക്കിയെല്ലാം പറഞ്ഞേക്കും, ഹാപ്പിയായി കുറച്ച് ദിവസം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ മാത്രം ചിന്തിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോരെയെന്ന് പറഞ്ഞു. എന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. മറ്റുള്ള എന്നാണ് ഡേറ്റ്സ് എന്ന് വരാൻ പറ്റുക അങ്ങനെ സാധനം ഇതൊന്നുമല്ല. നീവൻ ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ, ബാക്കിയെല്ലാം വിൽ ടേക്ക് കെയർ. നീവൻ പറയുന്ന ടൈമിൽ നീവൻ പറയുന്ന ഡേറ്റ്സിൽ മാത്രം ഷൂട്ട്. സോ ക്യൂട്ട്. വളരെ കൃത്യമാണ് അഖിൽ. പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു എല്ലാ ആർട്ടിസ്റ്റും നമുക്കൊരു കംഫർട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ആ സെറ്റിൽ വരാൻ തോന്നണം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഇതെല്ലാം അഖിൽ അവിടെ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നു. സത്യൻ സാറിൻ്റെ ഒരു സ്കൂളിംഗ് ആണല്ലോ. സത്യൻ സാറിൻ്റെ സിനിമയിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഈ ഏർലി മോർണിംഗ് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല, നേരത്തെ ഒരുപാട് ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഉണ്ടാവില്ല, ഭയങ്കര കംഫർട്ടബിൾ ഒരു 9 to 6 എന്നുള്ള രീതിയിൽ സത്യൻ സാറിനും അങ്ങനെയാണ്. എല്ലാവരെയും കംഫർട്ടായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സിനിമ ചെയ്യാൻ വരും. ആരും ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഓക്കെ, എല്ലാ ദിവസവും അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു അഖിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഖിൽ ചില ദിവസം പറയും 8 മണിക്ക് തുടങ്ങിയാലോ, 9 മണിക്ക് തുടങ്ങാന്നേ, അന്ന് എനിക്ക് കുറച്ച് നേരം ഉറങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രസമായിരുന്നു ഭയങ്കര. ഈ കാര്യം അഖില് ഇങ്ങനെ സമീപിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും അങ്ങനെ ഷൂട്ടിങ് നേരിട്ടില്ല. ടച്ച് വുഡ്, അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാര്യം പുള്ളിയുടെ തന്നെ സമീപനം അങ്ങനെയാണ്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നിവിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ സന്തോഷത്തോടെ കുറച്ച് ദിവസം വരൂ. അജു ചേട്ടൻ എങ്ങനെയാ വിളിച്ചത്? എന്നോട് സന്തോഷത്തോടെ വരുന്നൊന്നും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ ദിവസങ്ങൾ കൃത്യമായിട്ട് തന്നെ പുള്ളി തീർത്ത് അതിൽ പുള്ളിക്കും ആ ഒരു സ്ട്രെയിൻ നമ്മളെ അറിയിക്കില്ല. മറ്റേത് അതായിരിക്കും ചിലപ്പോൾ നിവിന് ഉദ്ദേശിച്ചത്. മറ്റേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ മറ്റന്നാളുണ്ടോ മറ്റന്നാളില്ലേ, അത് നമ്മൾ അയ്യോ മറ്റന്നാളില്ല പ്രശ്നമായോ കാരണം എന്തോ പറ്റും, അത് മറ്റന്നാളില്ല, ഓക്കെ നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അഖിലത് പക്ഷെ അപ്പോൾ അഖിലിന് ഫേവറബിൾ ആയിട്ട് മറ്റന്നാൾ എങ്ങനെയെങ്കിലും കിട്ടും. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് ഒരു ആക്ടറിന് അത്രയും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല ഈ ലൈറ്റപ്പും ഒക്കെ ആവശ്യമുള്ളത് നമ്മളെ കൊണ്ട്. അഖിൽ ഇതും കൂടി ആയതുകൊണ്ട് വെറുതെ അൺവാണ്ടഡ് ആയിട്ട് എല്ലാ സൈഡിൽ നിന്ന് എടുക്കുക, എടുക്കുന്ന സാധനമൊന്നുമില്ല. അഖിലിന് അറിയാൻ മനസ്സിലെന്താന്നുള്ളത്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് 6 മാസം പടം തുടങ്ങി 6th month റിലീസാണ്, June 3rd അല്ലേ, 2nd തുടങ്ങി. മെയിൻ സ്കെഡ്യൂൾ തുടങ്ങിയ ജൂണിലാണ്. നിങ്ങളൊരു 5 ദിവസം 3 ദിവസം ഷൂട്ട് ചെയ്തു, ഏപ്രിൽ ലാസ്റ്റോ. June 2nd തുടങ്ങി December 25th പടം റിലീസ് ചെയ്യണം. ഇതിനകത്ത് ഒരു 6-7 ഷെഡ്യൂൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ്, ഒറ്റപ്പാലം, പാലക്കാട്, ബോംബെ, കൊച്ചി, പലയിടത്തും എല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞ് വിതിൻ 1 week ബിഫോർ ലോഡിങ് ചെയ്ത് കഴിഞ്ഞ പടം.
അത്രയും വെൽ പാട്ട് ഉടനെ വരും. And that too on Christmas. Christmas, It's a perfect time for a release അല്ലേ? വളരെ സ്പെഷ്യലാണ്, ബ്യൂട്ടിഫുൾ Yeah. ടൈമാണ്. എല്ലാം നന്നായി പോട്ടെ. എല്ലാം മായ. ഹാപ്പി വരട്ടെ. എല്ലാം മായ അല്ല, സർവ്വം സർവ്വം മായ. മായ. ഇത് നമ്മൾ ഭയങ്കര ചിരിയുള്ള സിനിമയോ അല്ലെങ്കിൽ വൻ കോമഡി, ഇപ്പോൾ വടക്കൻ സെൽഫിലൊക്കെ ഉള്ള പോലെ ഭയങ്കര ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡിയോ ലവ് ആക്ഷൻ ഡ്രാമയിലല്ലോ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ക്ലീൻ നീറ്റ് ഫാമിലി ഫീൽ ഗുഡ് അത്രേ ഉള്ളൂ. അതിനപ്പുറം ഈ സിനിമ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മളെ തൃപ്തിപ്പെടുത്തണം. I think that's also something we are അതും വേണ്ടേ? expecting. അതെ. അപ്പം നല്ലൊരു കൈയടി കൊടുക്കാം. രണ്ടുപേരും ഭയങ്കര പീസ്ഫുൾ ആണല്ലോ നിങ്ങൾ ഭയങ്കര പീസ്ഫുൾ ആയല്ലോ. എന്താണ് അങ്ങനെ? നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. അപ്പൊ നമുക്ക് റാപ്പിഡ് ഫയർ ആയല്ലോ. അപ്പൊ ചിയേഴ്സ്, എല്ലാവരും 3 പേര് ചിയേഴ്സ് അടിക്കൂ. മൈജി പ്രസൻസ് പേർലി മാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ്. ചിയേഴ്സ്. മൈജി. കണ്ടോ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ മാത്രമേ ഇല്ലാത്തത്. രണ്ടും നല്ല അടിയാത്. ഓക്കെ, ചിയേഴ്സ് വെച്ചിട്ട് ആ മര്യാദ കാണിക്കാതെ ഞാനേ ഉള്ളൂ. എന്ത് മര്യാദയാണ്? ചിയേഴ്സ് അടിച്ച ഉടനെ കുടിക്കണം. നിങ്ങൾ രാഷ്ട്രീയമാക്കിയ ആളല്ലേ, അധികം മിണ്ടണ്ട കേട്ടോ. ചിയേഴ്സ്. ആദ്യം ആരുടെ അടുത്ത് തുടങ്ങണം? ചേട്ടൻ്റെ അടുത്ത് തുടങ്ങട്ടെ. നിവിൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുള്ളൂ. ഞാനിപ്പോ നിവിന്റെ അസിസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കുക. ഫാൻ. നിവിൻ തേർഡ് എപ്പിസോഡ് ഉണ്ടെങ്കിൽ അപ്പം മൈജി പ്രസൻസ് പേർലി മാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി അടുത്തതായിട്ടൊരു റാപ്പിഡ് ഫയർ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അജേട്ടൻ. അജേട്ടാ, വൺ സീൻ എല്ലാവരും അജേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സീൻ, പക്ഷെ അജേട്ടന് മാത്രമേ അറിയുള്ളൂ ആ സീനിന്റെ പുറകിലെ പെയിനും കഷ്ടപ്പാടും. പെയിനല്ല, ക്ലൂലെസ്. ഇന്നും എല്ലാരും ഞെട്ടാ റെഡി ആയിരിക്കും ആ സീൻ. അയ്യോ അങ്ങനല്ല. ക്വസ്റ്റ്യൻ വൺസ് മോർ എന്ന് പറയില്ലേ, തട്ടത്തിൻ പറയത്തില്ലേ? സർ, ഐ വാസ് ആബ്സെന്റ് സർ. സർ, ക്വസ്റ്റ്യൻ വൺസ് മോർ. വാട്ട് ഈസ് ദി സർഫസ് ടെൻഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ? സർ, ഐ വാസ് ആബ്സെന്റ് സർ. എനിക്ക് ഇന്നും അതിൽ ഹ്യൂമർ പിടിയിട്ടിട്ടില്ല. അത് ചെയ്യുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു സ്ഥലത്ത് പോയി ബിരിയാണി ഒക്കെ കഴിച്ചു. വിനീത് ഷൂട്ട് ചെയ്യുന്നു. ഇത് വിനീതിന്റെ ക്ലാസ്സിലെ റോണിഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട് ചെയ്തതാ. വിനീതിന് ഇത് ശരിക്കും ആ ഹ്യൂമർ അറിയാം, കണ്ടവർക്കും കിട്ടുന്നുണ്ട്. ചെയ്ത് എനിക്ക് മാത്രം ഇന്നും അത് മനസ്സിലായി. ആ ഡയലോഗ് ഒന്നും കൂടി പറഞ്ഞു ഞാൻ നോക്കട്ടെ. സർ, ക്വസ്റ്റ്യൻ വൺസ് മോർ. ഇതിന് ഇത്രയും ചിരിക്കാൻ. സർ, ഐ വാസ് ആബ്സെന്റ് സർ. അപ്പോൾ ഇതില് പക്ഷെ സിനിമ കണ്ടപ്പോൾ ഞാൻ എല്ലാവരും ചിരിച്ചു. അതെ, നല്ല വർക്കായ കോമഡിയാണല്ലോ. പക്ഷെ എനിക്ക് ഓക്കെ, ഇത് ഭയങ്കര ഒരു ആൻസർ, ഭയങ്കര ഒരു ഡീപ്പായിരുന്നു. എനിക്കത് മനസ്സിലായി. 13 വർഷം കഴിഞ്ഞിട്ട് ഞാനത് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വീട്ടില് അജുചേട്ടന് ഇപ്പൊ 150 സിനിമകൾ ചെയ്തു. അതായത് 150-ൽ പരം ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഈ 150 ക്യാരക്ടേഴ്സിനെയും ഞാനൊരു വീട്ടിലിടുക. വീട്ടിൽ കയറില്ലെന്ന് ഹോട്ടലാക്കല്ലേ, ഹോട്ടലിൽ എല്ലാവരും ഇട്ടാണ്. അപ്പം 3 സിറ്റുവേഷൻസ്. ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ വിടാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഹോട്ടലിലെ കത്താണ്. ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് ഹെൽപ്പിന് വിളിക്കുക? ലവ് ആക്ഷൻ ഡ്രാമ സാഗർ. സാഗർ എന്ത് ചെയ്യും? കത്താനുള്ള സാധനമല്ലേ കയ്യില്, കുറച്ചും കൂടി കത്തിക്കും, നശിപ്പിക്കും. സാഗറിൽ ഹൈ വോൾട്ടേജ് ആയിരുന്നു. 2 മണി. ശരി, നിങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമയില് നിങ്ങളുടെ ആ പാർട്ടി സീൻ അത് ശരിക്കും പാർട്ടി ആയിരുന്നോ? നിങ്ങൾ ഒളിക്യാമറ വെച്ചല്ല എടുത്തതാണോ? ബിക്കോസ് ഇറ്റ് വാസ് സോ റിയൽ. ഞങ്ങൾ പാർട്ടി ചെയ്ത് ചെയ്താണല്ലേ? ആണല്ലേ? ചില്ല് ചെയ്ത് പൊളിച്ച സീനാണ്. പ്രൊഡ്യൂസർ നമ്മൾ തന്നെയല്ലേ, ആരുടെയും പ്രശ്നമില്ല. എന്ത് നോക്കാൻ, ഡയറക്ടർ തന്നെയല്ലേ. എന്തായാലും കൂൾ ഡയറക്ടർ. ധ്യാൻ കൂളായിരുന്നോ? ഓക്കെ, അപ്പോൾ അടുത്ത സിറ്റുവേഷനെ ഒരു സിനിമേനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഏത് ക്യാരക്ടറിനെ വിളിക്കുക? ഞാൻ തന്നെ പോരെ. റിയൽ ലൈഫ്. റിയൽ ലൈഫ്. അത് നല്ലൊരു ഉത്തരമാണ്. വെരി വെരി ഫാന്റാസ്റ്റിക്. കാർ ബ്രേക്ക് ഡൗൺ ആയി, ഏത് ക്യാരക്ടർ? അബ്ദു. വൈ? അതിലൊക്കെ വളരെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹാൻഡ് ബ്രേക്ക്. അടുത്തത് യുവർ ഡ്രീം. ഇപ്പം അയച്ചേട്ടൻ ഒരു മാസ് ബീജത്തിൽ എൻട്രി കിട്ടുകയാണ് ഒരു സിനിമയിൽ. അപ്പൊ ഏത് പാട്ടായിരിക്കും ആ
പാട്ടിൽ പിന്നെ എനിക്ക് വേണ്ട പാട്ട് ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഏതെങ്കിലും ഒരു പാട്ടിടാം, ബട്ട് ദാറ്റ് വിൽ ബി യുവർ എൻട്രി സീൻ. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നരസിംഹമൊക്കെ അല്ലേ. അപ്പൊ വാട്ട്സ് യുവർ ഡ്രീം സീക്വൻസ് ഓൾസോ? വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പോലെയാണോ? വെള്ളത്തിൽ നിന്നും പൊങ്ങണ്ട, വാതിലൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ. അതെ അതെ, വാതിലൊക്കെ Actually, I want to see ഒരു മാസ് എൻട്രി. I want to see. എങ്ങനെ തുറന്നു വാതിലൊക്കെ തുറന്നിറങ്ങിയാ ഇതില് മാസമായിട്ട് വെള്ളത്തിൽ പൊങ്ങിയ ഒരു സീനുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തിനാന്നുള്ളത്. ഒരു സീനുണ്ട്, ഒരു ഷോട്ട്. ഓ, ആ സീനോ? വെള്ളത്തിൽ നിന്ന് മറ്റേ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ സീനുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ന്യൂഡ് സീനെ പറ്റിയുള്ള ഡിസ്കഷൻ. ഇതില് ഫുൾ ഡേ ഷർട്ടില്ല. അതെ, അതൊരു സ്ട്രെസ് ആണോ? അല്ല. അപ്പൊ പിന്നെ കോസ്റ്റ്യൂം ആളില്ലായിരുന്നോ? സുഖമായിരുന്നു. രാവിലെ എനിക്ക് ഒരു പൂണിടുക, ഒരു തോർത്തോ, ഒരു ഇത് അവിടെ നടക്കുക. ആൾക്കാർക്ക് മനസ്സിലായി കോസ്റ്റ്യൂമാ. പിന്നെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി കോസ്റ്റ്യൂം അല്ലെങ്കിലും. അടുത്ത ക്വസ്റ്റ്യൻ. കഴിവില്ലാത്തവനെ നോക്കി കഴിവുള്ളവനാണെന്ന് ആ ഡയലോഗ് ഒന്ന് പറയാമോ? നിവിനാ പറയണേ. കഴിവില്ലാത്തവനെ നോക്കി കഴിവില്ലാതെ പറയുന്നവനാടാ യഥാർത്ഥ കൂട്ടുകാരൻ. അല്ലാതെ നീ മരണമാസാടാ, വേറെ ലെവലാടാ. അപ്പൊ പുള്ളി പറയും കഴിവില്ലാത്തവനോട് കഴിവുണ്ടെന്ന് പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന. എടാ, കഴിവില്ലാത്തതുകൊണ്ട് കഴിവില്ല എന്ന് പറയുന്നവണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലാതെ മറ്റേ ഇതുണ്ടാക്കുന്നവനല്ല. എന്താണ് നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ, വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഇത് എപ്പോഴും ആരുടെയെങ്കിലും ഫേസിൽ ശരിക്കും നോക്കി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ. ഞാനോ? തിരിച്ചാ ഞാൻ കേൾക്കുന്നത്. എന്നോട് എപ്പോഴും പറയുന്നത്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ എല്ലാരെയും പ്രോത്സാഹിപ്പിക്കും. ആണല്ലേ? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഞാൻ എത്രയോ പേര് ഡയറക്ടേഴ്സ് ആക്കിയിട്ടുണ്ട്. മുരിക്കിന്റെ മണ്ടി കയറ്റാൻ ഇഷ്ടമല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? നെവിനെയൊക്കെ ഇല്ല, ഇതുവരെ ഇല്ല. നെവിന് ബുദ്ധിയുണ്ട് കുറച്ച്. ട്രാപ്പില് വീട് കേരിയറുടെ പേര് പറയുന്നില്ലേ? ആരാ? ഞാൻ ഇങ്ങനെ വളരെ പ്രോത്സാഹിപ്പിച്ചൊരുത്തരം ഡയറക്ടർ ആക്കിയതാണ് നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ. ബാത്റൂമിൽ നിന്ന് നമ്മൾ സ്കേർട്ട് വിളിക്കുകയാണ്. അപ്പം ഷോർട്ട് ഫിലിമിന്റെ കഥ പറഞ്ഞു. അട്ടിപ്പോളി, ഇത് സിനിമ ചെയ്യണം. ആണോ? പ്രോത്സാഹിപ്പിച്ച് നമ്മളെന്നെ പ്രൊഡ്യൂസർ, നമ്മളെന്നെ തിരിച്ച് അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു പ്രൊഡ്യൂസർ ആവാൻ. അവന് രണ്ടുപേരും അങ്ങോട്ടും പറ്റിച്ചു. പറ്റിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ ഗിഫ്റ്റ്. അത് ഭാഗ്യം. ഇറ്റ്സ് നൈസ്. ഇത് ഇങ്ങനത്തെ കഥകളൊക്കെ എനിക്ക് അറിയണമായിരുന്നു. ഒരു കാര്യം നിവിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞോളൂ, ഒരു പെർഫ്യൂം ഹോൾഡർ, ഒരു empty കേസ് കിട്ടിയപ്പം. അപ്പൊ അത് നമുക്ക് ഫില്ല് ചെയ്യാം പെർഫ്യൂം. അപ്പൊ വീട്ടിൽ പറഞ്ഞു നിവിൻ്റെ അടുത്ത് വല്ലതും പോകുമ്പോൾ ഇനി മറ്റേ ഏതെങ്കിലും അടിപൊളി പെർഫ്യൂം ഫില്ല് ചെയ്യണം. അപ്പൊ മോള് ശരിക്കും ഇത് ചെയ്യുമോ, എന്താ സ്റ്റീൽ ചെയ്യുമോ, സോ ബാഡ്. പെട്ടെന്ന് ഞാൻ കോൺഷ്യസ് ആയി. അവളുടെ മനസ്സിൽ അച്ഛൻ. ഞാൻ പറഞ്ഞു അങ്ങനല്ല, നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോ ഇങ്ങനെ എടുക്കില്ലേ. പിള്ളേരുടെ കൂടെ ഇങ്ങനെയാണോ വീട്ടില്? ഇപ്പൊ അവർക്ക് എന്നെ മനസ്സിലായി. അവര് തിരിച്ചറിയുന്നത്. സ്ട്രിക്റ്റ് ആണോ? ഭയങ്കര. ഞാൻ ശ്രമിച്ചു, ഇപ്പൊ അവർക്ക് പിടികിട്ടി. അത് ശ്രമം മാത്രമായിരുന്നു. അതെ, അത് പാളി. അപ്പൊ സ്ട്രിക്റ്റ് അല്ല. ഇപ്പം ഏറ്റവും ഇളയാള് ഭയങ്കര ഈ പറഞ്ഞ പോലെ, അവൻ പൊതുവെ അവന്റെ വിചാരം അവൻ ഇവിടെ അല്ല ജനിച്ചേക്കുന്നതെന്ന്. അവന്റെ ഒരു വിചാരം. ഇപ്പൊ അവന്റെ അങ്ങനത്തെ വിചാരത്തിൽ കുറച്ച് പ്രശ്നം. അവൻ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ ഒരു ദിവസം വണ്ടി കയറ്റുമ്പോ ഞാൻ നോക്കിയപ്പോ അവൻ ടീച്ചറോട് നാളെ വരണ്ട എനിക്കപ്പോ വരണ്ടല്ലോ എന്ന് ടീച്ചറോട് അങ്ങോട്ട് പറയും, നാളെ വരണ്ട അപ്പൊ എനിക്ക് വരണ്ടല്ലോ. ഇവൻ അമ്മയോട് പറഞ്ഞൊരു സാധനം എനിക്ക് ഭയങ്കര. ഇവൻ അവൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. അപ്പോൾ വൈഫ് ഇങ്ങനെ ചോദിച്ചു, ആ ബാഗ് കണ്ടോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഇതാ പ്രശ്നം. അപ്പോൾ പറഞ്ഞു ബാഗ് കണ്ടോ. ഞാൻ എവിടെയോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഇതന്നെ പ്രശ്നം. എക്സാമിന് പോകുമ്പോൾ എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അപ്പോൾ ഒന്നും ഓർമ്മയുണ്ട്. ചേട്ടാ ഐ സി എ ധ്യാൻ, അപ്കമിങ് ധ്യാൻ. അതുകൊണ്ട് അവനോട് വളരെ മാന്യമായിട്ട് ഞാൻ ഇടപെടാറുള്ളൂ. അല്ലെങ്കിൽ അവൻ വലുതാകുമ്പോൾ എല്ലാ സത്യങ്ങളും വിളിച്ചു. ഐ തിങ്ക് ഓണസ്റ്റി ഈസ് എ ഭയങ്കര ക്വാളിറ്റി.
ഐ തിങ്ക് പിള്ളേർ അങ്ങനെ ആയിരിക്കണം. അതെ, ഐ അപ്രീഷിയേറ്റ്. എന്തായാലും അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ടു മേക്ക് ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഓക്കെ, പക്ഷെ അതിലൊരു ഡി പി ഇടണം, ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ഡി പി, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ഡി പി ഇടണം, എന്തായിരിക്കും ആ അക്കൗണ്ടിൻ്റെ പേരും? ഒന്നാമത് ഞാൻ അതിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഉണ്ടാക്കിക്കോ. ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി, എന്നൊരു ഡി പി ആയിട്ട് ആരുടെ ഫോട്ടോ ഇടും? ഒന്നും ഇടില്ല. അങ്ങനെ ഏതായാലും കള്ളമല്ലേ? അല്ല 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 ഇടും. എന്നാ പിന്നെ ഒരു പെൺകുട്ടിയുടെ ഇടാം. അതാകുമ്പോ കുറച്ച് ആമ്പിള്ളേർ മെസ്സേജ്. ഏത് ആക്ട്രസിന്റെ ഇടാ? ആക്ട്രസ് പേളിമാണിയുടെ ഇടാം. കൈകൊട്ട്. അല്ല പേരെന്താ? എന്റെ പേൾ. പേളോ? പേൾ. ഷുട്ടുമണി എന്നിട്ടോ ഇപ്പൊ അതാ ട്രെൻഡിങ്. അറിയില്ല ഷുട്ടുമണി? അതറിയില്ല. അത് കുറച്ചാൾ മുമ്പ് വരെയായിരുന്നു. ഓ അപ്പൊ അറിയില്ല. ഓ അപ്പൊ ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, എല്ലാം അറിയുന്നു, എല്ലാം മായ. ഇത് ഞാൻ ഇല്ല അപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയാം, 2 ആഴ്ച മുമ്പായിരുന്നു. ഷുട്ടുമണിയോ? ഷുട്ടുമണി പിന്നെ എപ്പോഴായിരുന്നു? ഞാൻ താങ്കളുടെ ഇന്റർവ്യൂവിൽ കേട്ട വേടാ. എന്തൊക്കെയോ ലീക്കായി, പേടി, ടെൻഷനായി. ഇമാജിൻ യുവർ വൈഫ് ഇസ് ആംഗ്രി, ഓക്കെ, ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ഹാപ്പി ആക്കണം. ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കുക? അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആണോ? അപ്പൊ ആംഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യും? സോറി പറയും, പ്ലീസ് പറയും. അത് മതിയല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ മൂവി റോൾ എവ്രിവൺ ടോൾഡ് യു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു റോള്, പക്ഷെ അത് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായി. ബോസ് ആൻഡ് ഗോയുടെ സമയത്ത് ഡേറ്റ് മാറിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ അതിൽ ചെയ്യണമെന്നുണ്ട്, കുറെ നാളായി നിവിനോട് ചെയ്യും. അപ്പൊ അത് ചെയ്യണമെന്നുണ്ട്. ആ സമയത്ത് എനിക്ക് KCF ക്ലാഷ് വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, നീ അത് ചെയ്യണ്ട, നീ ബോസ് ആൻഡ് ഗോ ചെയ്യും. അതെങ്ങാണ് ഞാൻ കേട്ടിരുന്നെങ്കിൽ. ഇതൊക്കെ ഇടാലോ അല്ലേ? പിന്നെന്താ? ഓക്കെ അല്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ഹിം. അപ്പം യു ക്യാൻ ഹർട്ട് മീ. അയ്യടാന്നല്ലേ. ഇപ്പൊ നല്ലൊരു കൈഡി, നല്ലൊരു ആൻസർ. ഐ തിങ്ക് യു ആർ വെരി കൂൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു റാപ്പിഡ് ഫയർ ആയിരുന്നു. നൗ നിവിൻ, ഇറ്റ്സ് ഫോർ യു. ഓക്കെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് തട്ടത്തിൻ മറയത്ത്, വാട്ട് വാസ് ദാറ്റ് ഫീലിംഗ് ഓഫ് യോഴ്സ്? തട്ടത്തിൻ മറയത്ത് ഞാൻ ഭയങ്കര മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് ചെയ്ത സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ദൈവമായിട്ട് കൊണ്ടു തന്ന പടമാണ്. സ്കൂളല്ല കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഡയലോഗ് മനപ്പാടം ആക്കിയിട്ട് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചിലിരുന്ന് ചുമ്മാ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയും, എല്ലാവരും എടാ നിർത്തടാ, എത്രയോ നാളെ ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. എടാ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു സിനിമാ നടനായിട്ട് എൻ്റെ ഒരു ഡയലോഗ് ഇതുപോലെ വരും, നീ അതൊക്കെ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ റെക്കോർഡ് ചെയ്തത് തട്ടത്തിൻ മറയത്തിൻ്റെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ എന്നുള്ള സാധനമാണ്. അപ്പോൾ ഷാനിക്കയുടെ വീട്ടിൽ പോയി അത് റെക്കോർഡിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഷാനിക്കയും വിനീതും കൂടി പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞോളാൻ പറഞ്ഞു. റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചത് ആ കോളേജിലെ ബാക്ക് ബെഞ്ചാണ്. ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു ഇതേപോലെ എൻ്റെ ഒരു ഡയലോഗ് ഇനി ഒരു പാട്ടിൻ്റെ മുമ്പിൽ വരാൻ പോവാണ്, അതെന്നും ആ പാട്ടിൻ്റെ മുമ്പിലുണ്ടാവും. അപ്പോൾ അത് അന്ന് മുതൽ ഇങ്ങനെ ആഗ്രഹിച്ച് വന്നൊരു കാര്യമാണ്. അപ്പം തട്ടത്തിൻ മറയത്ത് അങ്ങനെ ആഗ്രഹിച്ചെടുത്തൊരു സിനിമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ സ്റ്റക്ക് അലോൺ ഇൻ എ കാർ ഫോർ 2 hours. നിവിൻ എന്താ ചെയ്യുക? പാട്ട് കേൾക്കോ, ആരെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിക്കോ, ഇല്ലെങ്കിൽ ചുമ്മാ മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കോ? കിടന്ന് ഉറങ്ങുമായിരിക്കും ചിലപ്പോൾ. അല്ല, മൂവിങ് ട്രാഫിക് അല്ല, ഇറ്റായിട്ടൊരു മൂവിങ് ഉണ്ട്. സോ ഉറങ്ങിയ ഫോൺ അല്ലെങ്കിൽ പാട്ടായിരിക്കും. അല്ലെങ്കിൽ പാട്ട്. ആരെയായിരിക്കും വിളിക്കുക? ആരെങ്കിലൊക്കെ വിളിച്ച് സംസാരിച്ച് സിനിമ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അടുത്തത്, ഇഫ് യു ഓപ്പൺ എ റെസ്റ്റോറന്റ്, നിവിൻ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാണ്, അവിടുത്തെ മെയിൻ ഐറ്റം എന്തായിരിക്കും? ചിക്കൻ. നോൺ വെജ് ഉണ്ടാവുള്ളൂ. കൊതി വന്നോ? എനിക്കിപ്പോ വിശന്നിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ടു ബി ഓണസ്റ്റ്, വൈ ഡിഡ് യു റിയലി ക്രൈ? പ്രേമത്തിന്റെ ആ ലാസ്റ്റ് സീനിൽ ശരിക്കും എന്തിനാ കരഞ്ഞത്? എന്താലോചിച്ചാ കരഞ്ഞത്? ആ സായി പല്ലവി വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് വരുന്ന ഓപ്ഷൻ ഞാൻ തരാം. പ്രൊഡക്ഷൻ ഫുഡിൽ അന്ന് ഫിഷ് ഫ്രൈ ഇല്ലായിരുന്നു. അൽഫോൺസ് പറഞ്ഞു ഒരു ടേക്കും കൂടി പോണെന്ന്. ആക്ച്വൽ റീസൺ എന്താന്ന് വേണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് യു ക്യാൻ സീ ഇറ്റ്. അല്ല, അത് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ
സമയമെടുത്ത് കുറച്ച് സമയം മാറി ഇരുന്നിട്ട് ചെയ്തതാണ്. ബിക്കോസ് ആ സീൻ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഒരു ആ മ്യൂസിക്കും ആ ഒരു സ്ലോ മോഷൻ. അന്ന് ആരൊക്കെയായിരുന്നു ആ സീനിൽ കൂടെ ഉണ്ടായിരുന്നത്? കിച്ചുവും ശബരിയും. ആക്ച്വലി പ്രേമത്തിലെ വിനയ് ഫോർട്ടിന്റെ പെർഫോമൻസ് ഭയങ്കരമായിരുന്നു. ഹൗ ഇസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് വിനയ്? ഇൻ ടച്ച് ആണ്, ഇടയ്ക്ക് വിളിക്കും, മെസ്സേജ് അയക്കാറുണ്ട്. ഒരു മിനിറ്റ്. ഹലോ നിവിൻ, ഇന്ന് പേളിമാനിയുടെ ഷോയിൽ വരുന്നുണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് നിവിനെ കുറിച്ചൊരു 20-30 സെക്കൻഡിൽ ഒരു വീഡിയോ അയക്കണമെന്ന് പറഞ്ഞിട്ട് പേളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റർടൈൻമെൻറ്റ് വേണം, പാട്ട് വേണം, ഫൈറ്റ് വേണമെന്നും കോമഡി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പേളി പറഞ്ഞു ഈ വീഡിയോയിൽ ഇതൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഞാനാകെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരുമിച്ച് 3-4 സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ എല്ലാ സിനിമകളും എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൽ ഏറ്റവും ഹംബിളായിട്ടുള്ള, ഏറ്റവും ഈഗോലെസ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് നിങ്ങൾ. ഈ വർഷത്തെ നിങ്ങളുടെ ലൈനപ്പൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അടിപൊളി ഫിലിം മേക്കേഴ്സിൻ്റെ അടിപൊളി സിനിമകളൊക്കെ ആയിട്ട്. അപ്പോൾ വരുന്ന വർഷം നിങ്ങളുടേതാകട്ടെ. നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ മച്ചാനെ. ആ ഒരു മച്ചാനെ എന്നുള്ളത് ഫിലിം ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്വീറ്റ് ഗൈ അല്ലേ. വൺസ് അഗൈൻ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക്സ് ടു വിനയ്. ബിക്കോസ് വിനയ് കുറേ നേരം സമയം എടുത്തെടുത്ത വീഡിയോ ഒരുപാട് ടേക്ക് എടുത്തിട്ടുണ്ടാവില്ല. 30 മിനിറ്റ് എടുത്തിട്ടാണ് ഈ വീഡിയോ എനിക്ക് വോയിസ് നോട്ട് ഇട്ടിരുന്നു. സോ അതും പെർഫെക്ഷനിസ്റ്റ് ആണ് വിനയ് ആ ഒരു കാര്യത്തില്. ഒന്നും തട്ടിക്കൂട്ടി ചെയ്യില്ല, ചെയ്യുമ്പോ എല്ലാം. പിന്നെ വിനയ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും ഓരോ ക്യാരക്ടറിന് മുമ്പും, ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത്. ജോബി ഏതില്ല, കനകം കാമിനിയിലൊക്കെ ജോബി, റിസപ്ഷനിസ്റ്റ് ജോബി കരിയറിൽ തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് റോൾസ് ആണ്. അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ നിവിൻ എങ്ങനെയാണ് അതിനോട് അപ്രോച്ച് ചെയ്യുന്നത്? കനകം കാമിനി ആ മൂവി രതീഷ് ചേട്ടനൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വായിച്ചു നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കി നമ്പർ ഓഫ് പേജസ് കുറവാണ്, 90 പേജ് എന്തോ ഉള്ളൂ. പെട്ടെന്ന് തീർക്കാമല്ലോ. യൂഷ്വലി 200-300 പേജൊക്കെ ഉണ്ടാവും ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ സമയത്ത്. ഇത് 90 പേജസ് ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ കോവിഡ് വരും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ നമ്പർ ഓഫ് സിനിമകൾ വളരെ കുറവ് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു പടം കഴിഞ്ഞ് സമയമൊക്കെ എടുത്ത് പിന്നെ അടുത്ത് ചെയ്യും. ഈ കോവിഡ് വന്നപ്പം മുമ്പോട്ട് സിനിമകൾ എന്താണെന്നുള്ളത് സ്റ്റക്കായിപ്പോയി. ഒന്നും പ്ലാൻഡ് ഇല്ല, കാരണം ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പോൾ ഞാനൊരു സിനിമ നമുക്ക് കോവിഡ് സമയത്ത് ചെയ്യണമല്ലോ, ഒരു ഫണ്ണായിരിക്കണം, നമുക്ക് സിംഗിൾ ലൊക്കേഷൻ വേണമെന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും ഇതൊരു ഹോട്ടൽ നല്ല രസമുള്ള ഹ്യൂമർ പരിപാടി സാധനങ്ങളുണ്ട്, ക്ലൈമാക്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കിത് രസമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഓണായ ക്ലാസിക് അല്ലേ പരിപാടിയാണ്. 2 കൂട്ടരേ ഉള്ളൂ, കനകാമിനി ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇപ്പോൾ കുറേ റീൽസ് ഇതിന് വരുന്നുണ്ട്. ഔട്ട്സൈഡ് കേരള കനകാമിനിക്കുള്ള ഫാൻസ് ഹ്യൂജ് ആണ്. ഐ തിങ്ക് ഇപ്പം മലയാള സിനിമയ്ക്ക് പൊതുവെ ഒരു ഭയങ്കര ഒരു ആ ഒരു മൊമെന്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു സിനിമ വരുമ്പോഴും മലയാള സിനിമ ഫസ്റ്റ് കാണുന്നത് ഔട്ട്സൈഡ് കേരളയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഇപ്പം നോക്കി കാണുന്നു. അവർ റിവ്യൂസ് ഒക്കെ ഇപ്പം പണ്ട് റിവ്യൂ അടിച്ചാൽ മലയാളികളായിരിക്കും കൂടുതൽ. ഇപ്പം ഹിന്ദി സംസാരിക്കുന്നവരാണ് കൂടുതൽ. മറ്റേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ റിയാക്ഷൻസ്. ഐ തിങ്ക് മലയാളം മൂവി ഇസ് ഇൻ എ വെരി ഗുഡ് ഒരു ഫേസിലാണ് പോകുന്നത്. ഒരുപാട് ഹിന്ദി പ്രൊഡക്ഷൻ ഹൗസ് മലയാള സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് വരുന്നുണ്ട്. ഒരുപാട് പല ആക്ടേഴ്സിനും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്കത് ഭയങ്കര വാല്യൂ ഉള്ളതായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. ഭയങ്കര റെസ്പെക്റ്റ് ആണ് മലയാള സിനിമയോട്. ഐ തിങ്ക് ക്വാളിറ്റി വൈസ് റൈറ്റിംഗിലൊക്കെ എല്ലാവർക്കും ഭയങ്കര വാല്യൂ ഉണ്ട്. ഇപ്പം റീസെന്റ് കണ്ട ഒരു സിനിമ കണ്ടിട്ട് വാവ് എന്ന് തോന്നിയ പോലെ ഒരു സിനിമ ഉണ്ടോ മലയാളത്തിലാണ്? മലയാളത്തില് ഏതെങ്കിലും വളരെ കുറവാണ് ആണല്ലേ. റീസെന്റ് കണ്ടതിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ലോക ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. നല്ല നല്ല ഒപ്പീനിയൻ കേട്ടു അതിനെ കുറിച്ച്. തുടരും പൊളിയായിരുന്നു. ലാൽ സാറിനെ നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറായിട്ട് നമ്മൾ ഭയങ്കര കണക്ട് ആയിരുന്നു. വെൽ മെയ്ഡ് ആയിരുന്നു. വില്ലൻ നല്ലതായിരുന്നു. ജോർജ് സാർ ഹലോ. മോറോവർ ലാൽ സാറിനെ കുറെ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കണക്ട് ആയ പടം പോലീസ് സ്റ്റേഷനിലുള്ള. അത് വീണ്ടും വീണ്ടും വീണ്ടും
OTT വന്നപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാസ് എൻട്രി ജമ്പിലൂടെ ചെയ്താലോ അജുചേട്ടൻ്റെ സിനിമയിലെ? അത് നന്നായിരിക്കും. ദാനം ദേനം നരസിംഹം. അവിടെ കാല് മുകളിലായിരിക്കണം, എയറിലായിരിക്കണം. ഞാനാണ് ഡയറക്ടർ എങ്കിൽ ആ കാലിങ്ങനെ വരും. പേരാണ് എഴുതി കണി അജു വർഗീസ്. സെറ്റല്ലേ? അതായത് കാലിങ്ങനെ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു അജു വർഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ. Do you remember the first time somebody asked you for a selfie? ആദ്യത്തെ സെൽഫി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സെൽഫി എപ്പോഴാണ്? ഫസ്റ്റ് സെൽഫി അല്ല, ബട്ട് ഹൗ ഡിഡ് യു ഫീൽ? ആ പോപ്പുലർ ആയി, ഓ അങ്ങനത്തെ ഒരു. അത് മലർവാടി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഷോ എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ. അതെ. ആ വീട്ടിലൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞു? വീട്ടില് വാസ് ഓക്കെ. അങ്ങനെ ജോലി രാജിവെച്ച് 2 കൊല്ലം വീട്ടിലിരിക്കുന്നവൻ ഒരു വക തെരുവില്ലാത്ത സിനിമ അഭിനയം വേണമെന്ന് പറഞ്ഞു പോയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതത്ര എത്രയോ പടങ്ങൾ ആൾക്കാർ അഭിനയിക്കുന്ന 1-2 പടം ചെയ്തിട്ട് പോവുമല്ലോ. അപ്പോൾ വീട്ടിലെത്ര നിവിൻ്റെ മദർ കുറച്ച് എപ്പോഴാണ് അമ്മ ശരിയായത്? അമ്മ ശരിയായത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്രേമൊക്കെ അടിച്ചപ്പോഴാന്ന് തോന്നുന്നു. എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്യ്, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ. എന്റെ മമ്മി അങ്ങനെ ഇപ്പോഴും സിനിമയ്ക്കൊന്നും പോകണ്ട അങ്ങനെയൊക്കെ പറയും. എൻ്റെ അടുത്ത് പറയാ നിനക്ക് ആക്ട് ചെയ്യാൻ അറിയില്ല, അത് ചെയ്യണ്ടെന്ന്. ഒരു സിനിമ കണ്ടിട്ട് പറയാ ഞാൻ നൊന്ത് പോയിട്ടേ. പക്ഷെ ഡാഡി അങ്ങനെയല്ല കേട്ടോ, ഡാഡിനെ കുറിച്ച് അറിയാലോ. അമ്മ വേണ്ട എൻ്റെ ആദരവ് എൻ്റെ പ്രശംസ. പക്ഷെ മമ്മി നിവിൻ്റെ ഭയങ്കര ഫാനാണ്. മമ്മിയും നിവിനും ഒരു ഫോട്ടോ പണ്ട് ഒരു അമ്മ ഷോയിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ ആയിട്ടതാ മോളിയും പോളിയും. ബിക്കോസ് എൻ്റെ മമ്മിയുടെ ഒരു മോളി. അതെങ്ങനെയുണ്ട്? ബൈ പേളി. എന്റെ ചിരിക്കാത്ത ട്രെയിൻ. ആ ഫോട്ടോ വെട്ടി ഒട്ടിക്കാൻ മറക്കല്ലേ, ഞാൻ തരാം, അയച്ചു തരാം. നല്ലൊരു ഫോട്ടോ ആയിരുന്നു. മമ്മി ആക്ച്വലി ആ ഫോട്ടോ കണ്ടാൽ തോന്നും നിവിൻ മമ്മിയുടെ ഫാനാന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഏതെങ്കിലും മൂവി സെറ്റിലേക്ക്, ഓക്കെ, ടൈം ട്രാവൽ മെഷീൻ ഞാൻ തരാണ്. യു ക്യാൻ ഗോ ടു എനി മൂവി സെറ്റ് ഇൻ ദ പാസ്റ്റ്. എവിടെ പോകും? കുറേ ഉണ്ട്. ഒരെണ്ണത്തിൽ പോകാൻ പറ്റും. ഐ തിങ്ക് പ്രേമമായിരിക്കും. നല്ലൊരു കൈഡ് കൊടുക്കാം. ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ആൻസർ ആക്ച്വലി. ആൻഡ് പ്രേമത്തിൽ നമ്മുടെ ഗിരിരാജൻ കോഴിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങളിപ്പോൾ അത് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കും. ഉണ്ണി സാറിൻ്റെ പടത്തിൽ ഷറഫുണ്ട്. മനസ്സിലായി. ഓ ചേട്ടാ, ഇത് എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ പറ്റി. നിന്റെ പ്രിയപ്പെട്ട ആക്ടർ വേൾഡ് വിട്ട് അത് കണ്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് അടുത്ത് പഠിച്ചു. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ട നടനാണ് ആരാണ്? എനിക്ക് അങ്ങനെ മാത്രം സത്യമാണോ അതൊന്ന് കേട്ട് വെക്കുന്നതാണ്. എനിക്ക് പിന്നെ ഫോട്ടോ എനിക്ക് വിനയ് ഫോട്ടോ അതൊക്കെ അത് ഈ അടുത്ത് പറ്റിന്റെ പ്രൊമോഷൻ ഇവിടെ വന്നിരുന്നല്ലോ, മൈസൂരിലാണോ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് നീയാണോ ഷർഫേ? ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുകയാണ്. ആൻഡ് സർവം മായ ഇപ്പം നമ്മുടെ ക്രിസ്മസിന് റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതൊരു ഫൺ, ഒരു കോമഡി മൂവിയാണ്. അറ്റ് ദ സെയിം ടൈം ഫാമിലി ഫുള്ള് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു ഇസ് വേർ ഡു യു സീ യുവർ സെൽഫ്? ഇത് ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നതാണ്. വേർ ഡു യു സീ യുവർ സെൽഫ് ഒരു 10 years from now? അങ്ങനെ നമുക്ക് എനിക്ക് പറയാൻ You don't see yourself? ഞാൻ 3 മാസത്തേക്കുള്ള അഡ്വാൻസ് പോലും വാങ്ങില്ല. ഒരു പടത്തിന് ഷൂട്ട് ഇട്ട് 6 മാസം കഴിഞ്ഞാണെങ്കിൽ ഞാൻ 3 മാസമൊക്കെ ആകുമ്പോൾ അഡ്വാൻസ് വാങ്ങാറുണ്ട്. ആണല്ലേ? അത് കഴിഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് കോവിഡ് ഒക്കെ വന്നു പോയതല്ലേ പള്ളി. അല്ല, ഞാൻ ചോദിച്ചത് ഇനിയിപ്പം ലൈക്ക് യു മൈറ്റ് ബി ലിവിങ് സംവെയർ എൽസ്. ഇല്ല, നമുക്ക് സിനിമ ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ജോലി തന്നെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അഭിനയം എവിടെയായിരിക്കും? ലോകത്ത് എവിടെയായിരിക്കും? കേരളത്തിൽ. കേരളത്തിൽ ഡെഫിനറ്റ്ലി. ഇന്ത്യയിൽ. ഓക്കെ. ഞാൻ നാട്ടിൽ തന്നെ ആയിരിക്കും.
അതല്ല ഞാൻ ചോദിച്ചത്. Where do you see yourself? ഒരു വിഷൻ ഉണ്ടാവല്ലോ, because now you have a production house, you are a producer, so obviously പ്രൊഡക്ഷൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഒരു നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കുറേ കഥകളുടെ സ്റ്റോറി റൈറ്റ്സ് എല്ലാം മേടിച്ച് വെക്കും. ഈ കോവിഡ് സമയത്ത് കുറേ മേടിച്ച് വെച്ചു സ്ക്രിപ്റ്റ്സിൻ്റെയൊക്കെ. ഇപ്പോൾ എല്ലാം രസകരമായിട്ട് വന്നു എല്ലാം. അപ്പം അന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇത് മേടിച്ച് വെക്കണേന്ന് ചോദിക്കുന്നത്. പക്ഷേ വേറെ ഭാഷയോ? അല്ലല്ല, മലയാളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ജോണേഴ്സ് ഉണ്ട്, പല ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഇനി ഒരു പ്രോപ്പർ ഒരു വെൽ ഡിസൈൻഡ് ആയിട്ട് ഒരു പ്രോപ്പർ സ്റ്റുഡിയോ റൺ ചെയ്യണ പോലെ റൺ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പ്രൗഡ് പ്രൊഡക്ഷൻ ഹൗസ് ഓണർ ആവണമെന്നാണ് ആഗ്രഹം. ഞങ്ങളത് ഹോപ്പ് ചെയ്യുന്നു ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. നിവിൻ്റെ എല്ലാ ഡ്രീംസ് മേ ഇറ്റ് കം ട്രൂ. ആൻഡ് അജേട്ടാ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ കൊടുക്കൂ. മൈജി പ്രസൻസ് പേർലിമാനി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമ്മുടെ 2 ഡയമണ്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. വൺ ഇസ് നിവിൻ പോളി ആൻഡ് അജു ചേട്ടൻ. 2 പേരും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ വെറും കൈയോടെ വിടാൻ പറ്റില്ല. എനിക്ക് ഇത്രയും ഗിഫ്റ്റ് ഒക്കെ തന്നല്ലേ. സോ ഒബ്വിയസ്ലി വി ഹാവ് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു. പോളിയുടെ ഹാമ്പർ സൂപ്പർ. This is for you, Nivin. Thank you. And this one is for Aju Chetan. ഭയങ്കര ഹെവി ആണോ? Heavy. Oh my god. Sarvamaya. Oh, nice. I think we have a picture of your movie also here. Oh, nice. Good. Okay. Chocolate. And we have a special gift from Maiji, because Maiji ആണ് നമ്മുടെ sponsor. This is for Nivin. Thank you. And this one is for Aju Chetan. Thank you. Very heavy. Very heavy അല്ലേ? അത് അങ്ങനെ ഞങ്ങൾ ഹെവി മാത്രമേ കൊടുക്കാവുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതെ. അടുത്തതെന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്, ഒരു ഭയങ്കര ഗിഫ്റ്റ്. ഇത് 2 പേർക്ക് കൊണ്ട് പക്ഷേ ഒരു സാധനം ഞാൻ തരുന്നുള്ളൂ. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഉത്തരം പറഞ്ഞ് ജയിച്ചേനാണോ? അല്ല, ഇത് നിങ്ങൾക്ക് 2 പേർക്കാ. എന്റെ ഒന്നേ ഉള്ളൂ. താങ്ക് യു. പക്ഷെ ഇതിന്റെ കാർഡ് ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക് കാർഡ് വിടണം. ഇതിന്റെ ആക്ച്വൽ കാർഡ് ഞാൻ തരാം. ഇതാണ് നമ്മുടെ അറേബ്യൻ ഗോൾഡിന്റെ. യു ക്യാൻ എപ്പോൾ വേണമെങ്കിലും പോയിട്ട് അത് നിങ്ങൾക്ക് റെഡീം ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പോൾ എന്താണ് ഫൈനലി യു വാണ്ട് ടു സേ സംതിങ് ടു അവർ ഓഡിയൻസ്? ഇല്ല, ബേർലി ഷോ ഇസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ബെസ്റ്റ് ഷോസ് കേരളത്തിലെ, അല്ലെങ്കിൽ ഇൻഫാക്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ. നമുക്കറിയാം ഇനിയിപ്പോൾ ഇവിടെ വരാൻ എനിക്ക് തോന്നുന്നു ബിഗ് ബി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേരും കൂടെ ഉള്ളു ബാക്കി. നമുക്കറിയാം വലിയ ഒരുപാട് ആക്ടേഴ്സ് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു പേർലിയുടെ ഗസ്റ്റായിട്ട്. അവിടെ എനിക്ക് ഒരു വർഷം തന്നെ സെക്കൻഡ് ടൈം വരാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഐ ആം വെരി താങ്ക്ഫുൾ പേർലിയോടും ശ്രീനിയോടും ഹോൾ ടീം ഓഫ് പേർലിമാനി ഷോ. ബിക്കോസ് അവരുടെ ഈ ഒരു ക്ലാസ് അവർ കീപ്പ് ചെയ്യുന്നതും ഈച്ച് ടൈം അവരതിനെ നെക്സ്റ്റ് ഒരു 1 സ്റ്റെപ്പ് ഹെഡ് കൊണ്ടുപോകാൻ വേണ്ടി അവരെടുക്കുന്നൊരു ടീം എഫേർട്ട് പ്രശംസിച്ചേ പറ്റൂ. അത് കീപ് ഗോയിങ്. നിങ്ങൾ ഇനിയും ഇതേപോലത്തെ പേർലി ചോദിച്ച പോലെ ഇങ്ങനത്തെ അവാർഡ്സ് ഒക്കെ കിട്ടുന്ന രീതിക്കൊക്കെ ഫീച്ചേർഡ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്ക് ആക്ച്വലി അവാർഡ് നിങ്ങളിങ്ങനെ പറയത്തില്ലേ, ഓരോ ഗസ്റ്റുകൾ ഇത് പറയുമ്പോൾ എനിക്ക് അതൊക്കെയാണ് എൻ്റെ അവാർഡ്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് മേക്സ് മീ ഹാപ്പി. താങ്ക് യു സോ മച്ച് അജേട്ടാ. ആൻഡ് നിവിൻ, വാട്ട് യു ഹാവ് ടു സേ? ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലത്തോളമായി ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു സിനിമ ഇരുന്നിട്ട്. ഞാൻ അവസാനം 24 ഏപ്രിൽ ഒന്നാണ് ചെയ്തത്. ഈ നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ഒരു മടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. പക്ഷേ ഹാപ്പി ആയിരുന്നു. വൈബ് വാസ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമുക്ക് ഇരിക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം ഇത്ര സമയം, പക്ഷെ എത്ര സമയം മണി എത്രയെന്നറിയോ? അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. സമയം ഇപ്പം രാത്രി 10:45. ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ എന്നാലും ഹാപ്പി ആയിരുന്നു. അപ്പോൾ താങ്ക് യു. ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സിനിമ സർവ്വമായി ഇറങ്ങുന്നു 25th. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കുട്ടികളെ കൊണ്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്.
കണ്ട അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ രണ്ടുപേരെയും സ്ക്രീനിൽ കാണാൻ ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലുള്ളത് ഫാമിലി ഓഡിയൻസും എല്ലാ കാറ്റഗറിയും ഉണ്ട്, പക്ഷേ സ്ത്രീകളും കുറേ പേരുണ്ട്. ഐ എം ഷുവർ കണ്ട എല്ലാവരും ഹാപ്പി ആയിരിക്കും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ വരുന്ന ക്രിസ്മസിന് റിലീസാണ്, സോ ഹോളിഡേയ്സ് ആണ്, എൻജോയ് ചെയ്യൂ. ആൻഡ് we're so excited for this movie, guys. So thank you so much and love you all. Bye. Bye. ഇങ്ങനെ ചെയ്യുന്നു. അവിടെ നിന്ന് കട്ടു മറ്റേ എന്തെങ്കിലും ചെയ്യും. Down south blues, a smooth cat like me got nothing to lose, cause I'm an outlaw. Hey listen, this town ain't big enough for the two of us, buddy. Come on. Now if they want that heat, just come through and eat. I got a hot and ready place to knock you off your feet, just like a southpaw. But you cut me off guard with the way you stick and move. I saw you walking in and started straight back the room with that activity. This video is powered by MyG Future. Experience the next. In association with Arabian Gold and Diamonds. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.